വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെടുന്നത്, ദൈവകരുണയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയാൻ നമുക്ക് കഴിയുന്നത് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുമ്പോഴാണ്. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് ഈ സമയം നമുക്ക് ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ നിറയണമേ. ജീവന്റെ സമൃദ്ധിയായി, സ്നേഹത്തിൻ്റെ നിറവായി, കരുണക്കടലായി ഞങ്ങളിൽ വന്ന് നിറയണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈ സമയം പരിശുദ്ധാത്മാവിൻ്റെ വലിയ ആഗമനത്തിനായി ഈ ഗാനത്തോട് ചേർന്ന് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അഭിഷേകമായി ഞങ്ങളിൽ നിറയണമേ. ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു ആത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. കുളിർമഴയാ നവജീവനാ പെയ്തിറങ്ങണമേ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ. കാത്തിരിക്കുന്നു ഞങ്ങൾ. ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കാത്തിരിക്കുന്നു ഞങ്ങൾ. വരദാനമായി വരമാരിയായി ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, കാത്തിരിക്കുന്നു ഞങ്ങൾ. വരദാനമായി വരമാരിയായി ഞങ്ങളിൽ നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളിൽ വന്ന് നിറയണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് നമ്മയും ലോകം മുഴുവനെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമുക്കറിയാം, ഒത്തിരി പ്രതിസന്ധികളിലൂടെ, ഒത്തിരി പ്രതികൂലങ്ങളിലൂടെ ലോകം മുഴുവനും കടന്നു പോകുന്ന സമയമാണ് ഈ സമയം. ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടം, ഭീതിയുടെയും മഹാമാരിയുടെയും അവസ്ഥയിൽ അനേകായിരങ്ങൾ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന സമയം. വലിയവർ മുതൽ ചെറിയവർ വരെ ആകപ്പാടെ പേടിച്ചിരിക്കുന്ന കാലഘട്ടം. ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, സങ്കീർത്തനം 46:10 ദൈവമായ കർത്താവ് തൻ്റെ മക്കളോട് പറയുകയാണ്, ശാന്തമാകുക, ഞാൻ നിന്റെ ദൈവമാണെന്ന് അറിയുക. ഞാൻ സൈന്യങ്ങളുടെ കർത്താവായ ദൈവമാണ്, യാക്കോബിൻ്റെ ദൈവമാണ് ഞാൻ. നമ്മുടെ കർത്താവിങ്കിലേക്ക്, സർവശക്തനായ കർത്താവിങ്കിലേക്ക് നമ്മുടെ എല്ലാ അവസ്ഥകളെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ സമയം പ്രാർത്ഥിക്കാം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 32-ാം അധ്യായത്തിന് 27-ാമത്തെ വചനത്തിൽ കർത്താവ് പറയുകയാണ്, ഞാൻ സകല ജനപദങ്ങളുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ദൈവം ചോദിക്കാത്ത എൻ്റെ മക്കളോട് ഈ വേദനയിൽ, ഈ മഹാമാരിയിൽ, ഈ കഷ്ടപ്പാടിൽ, ഈ ദുരിതത്തിൽ, പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ദൈവം നമ്മോട് ചോദിക്കുകയാണ്, ഞാൻ സകല ജനപദങ്ങളുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല.
എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ജോബിൻ്റെ ജീവിതത്തിൽ ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, മക്കൾ മരിച്ചു, എല്ലാം നഷ്ടപ്പെട്ടു, ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞു, സ്നേഹിതന്മാർ ജോബിനെ കുറ്റപ്പെടുത്തുന്നു. അവസ്ഥയിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവസാനമായിട്ട് ഈ ജോബ് ദൈവത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. 42-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനത്തിൽ ജോബ് പറയുക, ദൈവമേ, അങ്ങേക്കെല്ലാം സാധ്യമാണെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും ആർക്കും തടസ്സപ്പെടുത്താനാകില്ലെന്നും ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം ഒന്നും അറിയാതെ വരുന്നില്ല. ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, ഈ അവസ്ഥയിൽ എന്തൊക്കെ വന്നുകൂടിയിട്ടുണ്ടോ, അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ അറിവുണ്ട്. ദൈവത്തിനെല്ലാം സാധ്യമാണ്, ഇതിനെ മാറ്റാൻ ദൈവത്തിന് സാധ്യമാണ്. അതുകൊണ്ട് ഈ തിരിച്ചറിവോടുകൂടി പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ദൈവസന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കാം. ഇതെന്തിനു വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നു, എന്തിനു വേണ്ടി ദൈവം അനുവദിച്ചിരിക്കുന്നു? ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. വചനം പറയുന്നില്ലേ, ദൈവമെല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും. പക്ഷേ ചില കാര്യങ്ങൾ ജീവിതത്തിൽ, കുടുംബത്തിൽ, ലോകത്തിൽ, സമൂഹത്തിൽ, സഭയിൽ, പൗരോഹിത്യത്തിൽ മാറ്റം വരുത്തേണ്ട ഒത്തിരി കാര്യങ്ങൾ ദൈവം പറയും. ആ ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ജോബിനെ പോലെ, ദൈവമേ, അങ്ങേക്കെല്ലാം സാധ്യമാണ്, അങ്ങയുടെ യാതൊരു ഉദ്ദേശവും, അങ്ങേക്ക് എന്ത് ഉദ്ദേശമുണ്ടോ അതിനെ തടസ്സപ്പെടുത്താൻ ആർക്കുമാകില്ലെന്ന് ഞാൻ അറിയുന്നു. യൂദാസ് മക്കബയൂസ് വലിയ ശത്രുസൈന്യം കടന്നു വരുമ്പോൾ സഹജനത്തോട് പറയുന്നുണ്ട്, അവര് ആയുധങ്ങളിലും അഭ്യാസങ്ങളിലും ആശ്രയിക്കുന്നു. 2 മക്കബായർ 8:18. എന്നാൽ നമ്മളാകട്ടെ നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ഈ ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ദൈവം സർവശക്തനാണ്. അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ പറ്റും. ഏതവസ്ഥ, ഈ മഹാമാരിയെ, ഈ തകർച്ചകളെ, ഈ പ്രശ്നങ്ങളെ, ഈ പ്രതിസന്ധികളെ, ഇതിന് മരുന്ന് കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥകളെ ദൈവത്തിന്റെ അങ്കുലി ചലനം ഒന്ന് വിരലനക്കിയാൽ മതി, ഇതെല്ലാം അവസാനിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ദൈവത്തെങ്കിലേക്ക് കടന്നു വരണം, പ്രത്യാശയോടെ കടന്നു വരണം. യേശു പറഞ്ഞ പോലെ ശരണപ്പെട്ടുകൊണ്ട് കടന്നു വരണം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 33-ാം അധ്യായത്തിന് 3-ാം വചനത്തിൽ കർത്താവ് പറയാ, എന്നെ വിളിക്കുക, ഞാൻ ഉത്തരമരുളും. മനുഷ്യൻ പറഞ്ഞതല്ല, ലോകത്തിലാരും പറഞ്ഞതല്ല, ദൈവം പറയാ, എന്നെ വിളിക്കുക, ഞാൻ ഉത്തരമരുളും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലഘട്ടം, ഈ സമയം ദൈവത്തെ വിളിക്കാനുള്ള കാലഘട്ടമാ. വിളിക്കേണ്ട പോലെ ദൈവത്തെ വിളിച്ചാൽ ദൈവം പറയാ, ഞാൻ ഉത്തരമരുളും. ആ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഒത്തിരി ആകുലതകളില്ലേ, ഇത് കഴിഞ്ഞാൽ എന്താകും, സാമ്പത്തിക മേഖല, ദാരിദ്ര്യം, ഒത്തിരി അതിജീവനത്തിന്റെ ആവശ്യകതയുള്ള ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് സമർപ്പിക്കാം. ഈശോ ഇതാ നമ്മെ വിളിക്കുന്നു തൻ്റെ കരുണയിലേക്ക്, തൻ്റെ കരുണക്കടലിലേക്ക്, ആശ്വാസത്തിൻ്റെ നിറവ് നൽകാൻ, സൗഖ്യം തരാൻ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറ്റാൻ, നിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി എന്ന് യേശു ദൈവമായ കർത്താവ് പുറപ്പാടിന്റെ പുസ്തകം 14:14 പറഞ്ഞു. ശാന്തമായിരിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആ കർത്താവ് നമ്മെ വിളിക്കുകയാണ്. സ്നേഹത്തോടെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ശാന്തമായിട്ട് കർത്താവിങ്കിൽ ആയിരുന്നു കൊണ്ട്, കർത്താവ് പറഞ്ഞ ഈ വചനത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവ് നിന്റെ ദാസി, നിന്റെ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ കർത്താവിങ്കിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് യേശുവിങ്കിൽ ആയിരിക്കാം, ഈ കരുണക്കടലിലായിരിക്കാം. ഇതാ യേശു നമ്മെ വിളിക്കുന്നു, ആശ്വാസത്തിൻ്റെ കരുണയുടെ യേശു നമ്മെ വിളിക്കുന്നു. ഈ പാട്ടിനോട് ചേർന്ന് ശാന്തമായിട്ട്, സ്വസ്ഥമായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ സ്നേഹത്തിലേക്ക് നമ്മുടെ വേദനകളും ദുഃഖഭാരങ്ങളും എല്ലാ അവസ്ഥകളും സമർപ്പിച്ചുകൊണ്ട് ഈ വചനത്തിൻ്റെ വാഗ്ദാനങ്ങളെ സ്വന്തമാക്കിക്കൊണ്ട് നമുക്കായിരിക്കാം. ഇതാ ദൈവം നമ്മെ വിളിക്കുന്നു. യേശുവേ, എല്ലാം സമർപ്പിക്കേണ്ട പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാരുണ്യ ഈശോ, എന്റെ പ്രിയപ്പെട്ട മക്കളെ യേശു വിളിക്കുന്നു. എന്റെ യേശുവേ,
സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു മക്കളെ. യേശു വിളിക്കുന്നു. ആകുലവേളകളിൽ എല്ലാം സമർപ്പിക്കാം. ആശ്വാസം നൽകിയിടും ആശ്വാസം നൽകുന്ന യേശുവേ, ആശ്വാസം നൽകിയിടും എന്നറിഞ്ഞു നീ യേശുവേ നോക്കിയ എണ്ണമില്ലാതെന്ന നൽകിയിടും എന്നറിഞ്ഞു നീ യേശുവേ നോക്കിയ എണ്ണമില്ലാതെന്ന നൽകിയിടും യേശു വിളിക്കുന്നു മക്കളെ. യേശു വിളിക്കുന്നു. യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. അതേ കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ വിളിയിലേക്ക്, അങ്ങയുടെ കരുണയുടെ കടലിലേക്ക് അങ്ങയുടെ മക്കളെ ലോകം മുഴുവനെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഏറ്റെടുക്കണമേ, അങ്ങ് ഞങ്ങളെ നയിക്കണമേ, അങ്ങ് ഞങ്ങളെ നിയന്ത്രിക്കണമേ. വേദനിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ കാലഘട്ടത്തിൽ മരിച്ചുപോയ എല്ലാ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയുടെ തിരുനാളിന് ഒരുക്കമായിട്ട് 8-ാം ദിവസം ഞങ്ങളായിരിക്കുമ്പോൾ എല്ലാ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണല്ലോ ഈശോയെ ഇന്ന് ഞങ്ങളോട് അങ്ങ് പറഞ്ഞത്. മരിച്ചുപോയ ആത്മാക്കളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മരണക്കിടക്കയിലായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിരഹ ദുഃഖത്തിൽ വേദനിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ അവസ്ഥകളിൽ ലോകരാജ്യങ്ങളെ മുഴുവനും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെയും എല്ലാം സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് ഏറ്റെടുക്കണമേ, അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ, അങ്ങയുടെ ഇടപെടണമേ, അങ്ങയുടെ കരുണ ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ ഈ സമയം ഞങ്ങളെയും അനുവദിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, സകല വിശുദ്ധരെ, സകല മാലാഖമാരെ, സ്വർഗവാസികളെ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. മാലാഖമാരുടെ പാളയമടിച്ചുള്ള കാവലിൽ ഈ കരുണക്കടലിൻ്റെ അഭിഷേകത്തിലേക്കും അനുഭവത്തിലേക്കും വരുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. യേശുനാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുവാൻ വേണ്ടി നമ്മൾ ഏറ്റവും അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇന്ന് നൊവേനയുടെ 8-ാമത്തെ ദിവസമാണ്. ഈ കരുണക്കടലിൽ ദൈവമായ കർത്താവ് തൻ്റെ മക്കളായി നമ്മെ ചേർത്ത് പിടിക്കുമ്പോൾ ഈ കാരുണ്യത്തെ അനുഭവിച്ചറിയുവാനും ഈ കരുണയിൽ തൻ്റെ മക്കൾ ആയിരിക്കുവാനും ദൈവം അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് 2003 ഈ ദൈവകരുണയുമായിട്ട് വലിയ ആഴപ്പെട്ട ഒരു ബന്ധം പുലർത്തുവാനിടയായ ഒരു സംഭവം 2003 അച്ഛൻ യുവമക്കളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. അതും ഗുണ്ടാസംഘത്തിൽ അടിമപ്പെട്ടു പോയ മക്കള്, വഴിതെറ്റിപ്പോയ മക്കള്, പല പല പാപങ്ങൾക്ക് അടിമപ്പെട്ടു പോയ മക്കള്, ഈ മക്കളുടെ ഇടയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഈ വിശുദ്ധ ഫൗസ്റ്റീനായെ അറിയുവാനും വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി കുറിപ്പുകളിലൂടെ കടന്നു പോകുവാനും കരുണയുടെ ജപമാലയെക്കുറിച്ച് മനസ്സിലാക്കുവാനും കരുണയുടെ നൊവേനയെക്കുറിച്ച് പഠിക്കുവാനും ഒക്കെ ഇടയായി. അന്ന് എന്നെ സ്വാധീനിച്ച ഒരു വലിയ ഡയറിയിൽ യേശു പറഞ്ഞ കാര്യമാണ്, ഏറ്റവും വലിയ പാപിക്കാണ് എൻ്റെ കരുണയിൽ ശരണപ്പെടാനുള്ള ഏറ്റവും വലിയ അവകാശം. ഞാൻ ഓർക്കുക, അത് ആ ഒരു ദൈവത്തിൻ്റെ വാഗ്ദാനം അല്ലെങ്കിൽ ദൈവം തന്ന സന്ദേശം എൻ്റെ ഹൃദയത്തെ അത്രമാത്രം സ്വാധീനിച്ചു. കാരണം ഒത്തിരി പാപത്തിൽ പെട്ടുപോയ മക്കള്, കൊട്ടേഷൻ, കൊലപാതകം, ഒത്തിരിയേറെ തിന്മയുടെ, മദ്യപാനത്തിൻ്റെ, വ്യഭിചാരത്തിൻ്റെ, മ്ലേച്ഛതയുടെ പിടിപ്പെട്ടു പോയ മക്കളുമായിട്ട് ഇടപെട്ടപ്പോൾ ഈ മക്കളോട് എന്ത് പറയണം, എങ്ങനെ നയിക്കണമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഒരു സന്ദേശം, ഏറ്റവും വലിയ പാപിക്കാണ് എൻ്റെ കരുണയിൽ ശരണപ്പെടാനുള്ള ഏറ്റവും വലിയ അവകാശമെന്ന് യേശു പറഞ്ഞ ആ വലിയ സത്യം, ആ ഒരു സന്ദേശം ഞാൻ ഈ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ തുടങ്ങി.
ആ കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ട മക്കളെ ഈ കരുണയുടെ സന്ദേശത്തിലേക്ക് കൂടുതൽ ആഴപ്പെടുവാനിടയായത്. അന്നാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ആ സമയത്ത് ഈ മെസ്സഞ്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി എന്നുള്ള പേരിൽ ഒത്തിരിയേറെ സന്ദേശങ്ങൾ ലഭിക്കാൻ തുടങ്ങി. അമേരിക്കയിൽ നിന്നും മറ്റ് ഓസ്ട്രേലിയയിൽ നിന്നുമൊക്കെ ഒത്തിരി ഈ കരുണയുടെ ജപമാലയുടെ പാട്ടുകൾ കിട്ടാൻ തുടങ്ങി. അതിൽ ഇംഗ്ലീഷ് പാട്ട്, ഫോർ ദ സേക്ക് ഓഫ് ഹിസ് സോറോഫുൾ പാഷൻ ഹാവ് മെർസി ഓൺ us ആൻഡ് ഓൺ ദ ഹോൾ വേൾഡ്. ഇങ്ങനെ ഈ ഈരടികൾ അതിമനോഹരമായിട്ട് ഹൃദയത്തെ സ്പർശിച്ചുകൊണ്ട് പാടുന്നത് ഞങ്ങൾ പാടാൻ തുടങ്ങി. ആ സമയത്താണ് എനിക്കൊരു ചിന്ത വന്നേ, ഈ കരുണയുടെ ജപമാല മലയാളത്തിൽ ഒരു പാട്ടാക്കിയാലോ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ CD-കളൊക്കെ സംഘടിപ്പിച്ച് അതിൻ്റെ ആ ഒരു രീതിയും ട്യൂണും അതിനൊരു മൂഡും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് പീറ്റർ ചാരാനല്ലൂരിനോടും ബേബി ജോൺ കലാന്തിയാനോടൊക്കെ പറഞ്ഞ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരു മനോഹരമായ പാട്ട് ഈരടികളാക്കി ദൈവം തന്നു. ആ പാട്ടാണ് ഇന്ന് ശാലോം TV-യിലും ലോകം മുഴുവനും ഈശോയുടെ അതിദാരുണമാം ആ പാട്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണ നമ്മിലേക്ക് ചൊരിയപ്പെടുന്ന വലിയ അഭിഷേകം ദൈവം തന്നെ മക്കൾക്ക് തരികയാണ്. ദൈവം തൻ്റെ മക്കൾ ആരും നശിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധ ഫൗസ്റ്റീനായെ കരുണയുടെ പ്രവാചിയാക്കി, കരുണയുടെ സെക്രട്ടറിയാക്കി ദൈവം മാറ്റിക്കൊണ്ട് ലോകം മുഴുവനിലേക്ക് മയക്കുകയാണ്. ഫൗസ്റ്റീനായുടെ ഡയറി കുറിപ്പിൽ 1588 പറയുകയാണ്, ലോകം മുഴുവനിലുമുള്ള ജനങ്ങളിലേക്ക് എൻ്റെ കരുണയുമായി ഞാൻ നിന്നെ അയക്കുന്നു. വേദനിക്കുന്ന മനുഷ്യകുലത്തെ ശിക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കരുണാർദ്ര ഹൃദയത്തിൽ ചേർത്തണയ്ക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ആഗ്രഹമാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഏതു വലിയ പാപിയെയും, ഏത് വേദനിക്കുന്ന മക്കളെയും, ഏത് രോഗത്തിൻ്റെ പിടിപ്പെട്ടു പോയ മക്കളെയും ആ കരുണാർദ്ര ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് പാപങ്ങളെ മോചിച്ച് രോഗങ്ങളെ സുഖപ്പെടുത്തി വലിയ സമാധാനം നൽകി, വലിയ സന്തോഷം നൽകി തൻ്റെ മക്കളെ അനുഗ്രഹിക്കണം എന്ന് ദൈവം അതിയായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ വിശുദ്ധ ഫൗസ്റ്റീനായെ ലോകം മുഴുവനിലേക്കും അയക്കുകയാണ്. ആ കരുണയുടെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അനേകം മക്കളെ കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ, കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം ഇടയാക്കി. ഇന്ന് ഈ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവ കരുണയിലേക്ക് അടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഇനി അല്പസമയം നമ്മൾ ചിന്തിക്കുക, എന്താണ് ഈ കരുണ എന്ന് പറഞ്ഞാൽ? എന്താണ് ദൈവകരുണ? വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി കുറിപ്പുകളിലൂടെ കടന്നു പോകുമ്പോൾ ആ മകളുടെ അനുഭവത്തിൽ നിന്ന് 1742 മുതൽ 1749 വരെയുള്ള ഖണ്ഡികകളിൽ ഈ കരുണയെക്കുറിച്ച് പറഞ്ഞു വച്ചിട്ട് അതിൻ്റെ സംക്ഷിപ്തമായിട്ട് ഇങ്ങനെ പറയുകയാണ്, ദൈവകരുണ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അസ്തിത്വത്തെ ഓരോ നിമിഷവും ഇഴചേർന്ന് കിടക്കുന്ന സ്വർണ്ണ നൂലാണ് ദൈവത്തിൻ്റെ കരുണ. പ്രിയപ്പെട്ട ദൈവമക്കളെ ശ്രദ്ധിക്കുക, മനുഷ്യൻ്റെ അസ്തിത്വത്തെ ഓരോ നിമിഷവും സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ ആ അസ്തിത്വത്തിൽ ഇഴചേർന്ന് കിടക്കുന്ന ഒരു സ്വർണ്ണ നൂലാണ് ദൈവകരുണ എന്ന് പറഞ്ഞാൽ, ഈ സൃഷ്ടികർമ്മത്തിൽ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിൽ, മനുഷ്യൻ്റെ സൃഷ്ടിയിൽ, അവൻ്റെ നിലനിൽപ്പിൽ, ലോകത്തിൻ്റെ നിലനിൽപ്പിൽ ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യമുണ്ട്, ദൈവത്തിൻ്റെ കരുണയുടെ പ്രവൃത്തിയുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ പ്രപഞ്ചത്തെ ആരാണ് സൃഷ്ടിച്ചത്? ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞിരിക്കുന്ന ഈ പ്രകൃതി, ഈ പ്രപഞ്ചം, നമുക്കറിയാം ദൈവമായ കർത്താവ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ചിലപ്പോൾ ഈ ദിവസങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചപ്പോൾ, ധ്യാനിച്ചപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം ഈ സൗരയൂഥം എത്ര കൃത്യമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. ആരെങ്കിലും നിയന്ത്രിച്ചിട്ടാണോ? ഭൂമി കറങ്ങുന്നു, അത് കറക്റ്റായിട്ട് കറങ്ങുന്നു. എല്ലാം കൃത്യമായിട്ടും ചിട്ടയായിട്ടും അതിമനോഹരമായിട്ടും നമ്മൾ ശാസ്ത്രം പഠിക്കുമ്പോൾ അറിയാം, കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ദൈവം നിയന്ത്രിക്കുന്നു. അത് നിയന്ത്രിക്കുന്നത് കർത്താവാ. ഈ ലോകത്തിലെ ആരും ബട്ടണിട്ടിട്ടല്ല സൂര്യൻ ഉദിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം, ദൈവത്തിൻ്റെ പരിപാലന ഈ മനുഷ്യൻ്റെ അസ്തിത്വത്തിൽ മുഴുവൻ ഇഴചേർന്ന് കിടക്കാന്ന്. എന്താണ് ഇഴചേർന്ന്? നമുക്കറിയാം, ഒരു കയറിനോട് ചേർന്ന് ഇഴചേർന്ന് കിടക്കുന്ന സ്വർണ്ണ നൂല്, അത് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. അതുപോലെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ കരുണ
ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിൽ, അതിൻ്റെ നിയന്ത്രണത്തിൽ, അതിൻ്റെ നിലനിൽപ്പിൽ ഇഴപിരിയാതെ കിടക്കുന്ന സാന്നിധ്യമാണ്. അതാർക്കും ഒഴിവാക്കാൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ സൃഷ്ടികർമ്മം നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ ഒത്തിരി അത്ഭുതകരമായിട്ട് തോന്നും. നമുക്ക് ജീവനുണ്ട്, എവിടെ നിന്ന് കിട്ടി? ഇപ്പം നമ്മുടെ ശരീരം ഹൃദയമിടിക്കുന്നുണ്ട്, ശരീരം പ്രവർത്തിക്കുന്നുണ്ട്, അച്ഛൻ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഇതെങ്ങനെ കേൾക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു? ഹൃദയമിടിക്കാൻ വേണ്ടി നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഇന്ധനം ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ? ഇല്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ കരുണ, അതാണ് പറഞ്ഞ ദൈവത്തിൻ്റെ കരുണ മനുഷ്യൻ്റെ അസ്തിത്വത്തിൽ ഓരോ നിമിഷവും, ഒരു നിമിഷം പോലും മാറ്റിവെക്കാനോ തിരസ്കരിക്കാനോ ഉപേക്ഷിക്കാനോ കഴിയാത്ത വിധത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ കരുണ അവനോട് ഇഴചേർന്ന്, ഈ പ്രകൃതിയോട്, പ്രപഞ്ചത്തോട് ഇഴചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഈ ദൈവത്തിൻ്റെ കരുണ, ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ അനുഭവിക്കണം, അത് നമ്മൾ സ്വീകരിക്കണം, അത് നമ്മൾ അംഗീകരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവകരുണ എന്ന് പറഞ്ഞാൽ അത് ദൈവം തന്നെയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ശ്രദ്ധിക്കണേ, ദൈവകരുണ എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്, ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യമാണ്. ഇന്ന് ചിലർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഒരു ദൈവകരുണ എന്ന് പറഞ്ഞാൽ രോഗസൗഖ്യം കിട്ടി, ദൈവത്തിൻ്റെ കരുണ. IELTS പാസ്സായി, ദൈവത്തിൻ്റെ കരുണ. ജോലി കിട്ടി, ദൈവത്തിൻ്റെ കരുണ. വിവാഹം നടന്നു, ദൈവത്തിൻ്റെ കരുണ. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ കരുണ എന്ന് പറഞ്ഞാൽ അത് ദൈവം തന്നെയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. കാരണം മറ്റൊന്നുമില്ല. ഈശോ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെ തിരുവചന ഭാഗത്തിൽ ഇതിനെക്കുറിച്ച് മനോഹരമായിട്ട് പറയുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ജീവൻ. അവിടെ പറയുന്ന ഉപമ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും ഉപമയാണ് ഈശോ പറയുന്നത്. ഈശോ പറയുന്നുണ്ട്, തൈത്തണ്ടിനോട് ശാഖ എന്ന പോലെ മക്കളെ നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കണം. ഒരു നിർബന്ധമാണത്. അതായത് ദൈവത്തെ കൂടാതെ, ഇനി ഞാൻ ചോദിക്കുകയാണ്, ശാഖയ്ക്ക് എന്തിനാണ് മക്കളെ തൈത്തണ്ട്? ഒന്ന് ചിന്തിച്ച് പറഞ്ഞേ. ശാഖയ്ക്ക് എന്തിനാണ് തൈത്തണ്ട്? നമുക്കറിയാം, തൈത്തണ്ടില്ലാതെ എന്ത് ശാഖ? ഇതാണ് ദൈവത്തിൻ്റെ കാരുണ്യം. ദൈവമില്ലാതെ, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ, ദൈവത്തെ കൂടാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് മനുഷ്യനും ഈ ലോകത്തിനും ഈ പ്രകൃതിക്കുമുള്ളത്. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്, ദൈവത്തിൻ്റെ ശക്തിയാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ കാരുണ്യം. എന്നാൽ ഇന്ന് ലോകത്തിനെ പറ്റി തെറ്റെന്തെന്ന് ചോദിച്ചാൽ, ഈ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട്, ദൈവത്തെ വേണ്ടെന്ന് വെച്ചിട്ട് യുക്തിവാദികളോ നിരീശ്വരവാദികളോ, ഈ നിരീശ്വരവാദം യുക്തിവാദം ഒന്നും പ്രിയപ്പെട്ട മക്കളെ ബുദ്ധിക്കിണങ്ങണ കാര്യമൊന്നുമില്ല. ചിന്തിച്ചു നോക്ക്, ഇതിനെ ആര് നിയന്ത്രിക്കുന്നു? ഈ ഹൃദയം ആരിടിക്കുന്നു? ഞാൻ ഉറങ്ങുന്നു, രക്തം പമ്പ് ചെയ്യുന്നു, ഞാൻ സംസാരിക്കുന്നു, ഇതൊക്കെ എവിടെ നിന്ന് എങ്ങനെ കിട്ടി? ഇതൊക്കെ നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കാരുണ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ കാരുണ്യം ദൈവം തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തെ കൂടാതെ ജീവിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കണം. ശ്രദ്ധിക്കുക, ദൈവത്തെ കൂടാതെ ജീവിക്കാൻ സാധിക്കത്തില്ല. ഇന്ന് ലോകത്തിന് നിലനിൽക്കണോ, മനുഷ്യന് നിലനിൽക്കണോ, സമൂഹത്തിന് നിലനിൽക്കണോ, അതിന് ദൈവത്തെ കൂടിയേ തീരൂ. തൈത്തണ്ടില്ലാതെ എങ്ങനെ ശാഖ വളരും? ഞാനിങ്ങനെ പറയാറുണ്ട്, മത്സ്യത്തിന് വെള്ളത്തിലല്ലാതെ ജീവിക്കാൻ കഴിയാത്തതുപോലെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കും ഈ ലോകത്തിനും ദൈവത്തിലല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ദൈവം നമ്മെ, ലോകത്തെ സൃഷ്ടിച്ചിരിക്കണേ. പിന്നെ ഈ തകർച്ചകളിലൂടെ കടന്നു പോകുമ്പോൾ, ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളൊക്കെ ഒന്ന് കുത്തിയിരുന്ന് ആത്മാർത്ഥമായിട്ട് ഈ 2020 ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോഴും ഈ വലിയ ആഴ്ചയിലൂടെ കടന്നുപോയി. ദേവാലയങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ, പള്ളി പോകാൻ പറ്റാത്ത അവസ്ഥ, കുമ്പസാരിക്കാനോ കുർബാന സ്വീകരിക്കാനോ പറ്റാത്ത അവസ്ഥ, വീടുകളിൽ ലോക്കപ്പായി പോയിരിക്കുന്ന അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ നമ്മൾ ചിന്തിക്കണം, ഇന്ന് ലോകം, നമ്മുടെ ജീവിതം, നമ്മുടെ സഭ ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് ദൈവത്തോട് ചേർന്ന് ജീവിച്ച ഒരു അനുഭവമുണ്ട്, അവസ്ഥയുണ്ടോ? ഈ കരുണയിലേക്ക് നമ്മെ തന്നെ ആത്മാർത്ഥമായിട്ട് സമർപ്പിക്കണം. ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ലാത്ത
വലിയൊരവസ്ഥ നമുക്കുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ, ദൈവം എപ്പോഴും ആഗ്രഹിക്കുകയാണ്, എൻ്റെ കരുണയിലേക്ക് എൻ്റെ മക്കൾ കടന്നു വരട്ടെ. ഈശോ പറയാ, എൻ്റെ കരുണ നിലയില്ലാത്ത കടൽ പോലെയാ. എൻ്റെ മോളെ നീ ചെന്ന് പറ, എൻ്റെ കരുണയിലേക്ക് വാ. ഈശോ പറഞ്ഞില്ലേ വിശുദ്ധ ഫൗസ്ത്യനായോട്, മനുഷ്യവർഗം എൻ്റെ ഈ കരുണയിലേക്ക് തിരിയാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷപ്പെടില്ല. ഒരിക്കലും ഈ കരുണയിലേക്ക് തിരിയണം എന്ന് പറഞ്ഞാൽ യേശുവിലേക്ക്, യേശുവാകുന്ന തൈത്തണ്ടിലേക്ക്, യേശുവാകുന്ന ആ വെള്ളത്തിലേക്ക് ഒരു മത്സ്യത്തെ പോലെ, ഒരു ശാഖയെ പോലെ ഞാൻ ഇനി നമ്മളൊന്ന് ആലോചിച്ചേക്ക്, ദൈവം എന്തിനാ ഈശോയെ നമുക്ക് തന്നെ? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം നാം വായിക്കുന്നുണ്ട്, അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതെ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തൻ്റെ ഏകജാതനെ തരുക. എന്തിനാ തന്നെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ? ഈ ദിവസങ്ങളിലൊക്കെ വലിയ ആഴ്ചയിലൂടെ കടന്നുപോയി. നമുക്കറിയാം, ഈ കരുണയുടെ തിരുനാളിനൊരുക്കമായ നൊവേന ദുഃഖ വെള്ളിയാഴ്ച തുടങ്ങിയാൻ ഭയങ്കര അർത്ഥമുണ്ട്. തൻ്റെ ഏകജാതനെ പിതാവായ ദൈവം നമുക്ക് തന്നത് കുരിശിൽ മരിക്കാനാ, നമുക്ക് വേണ്ടി ജീവൻ തരാൻ, നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ. അപ്പോൾ ഈ ഏകജാതനെ എന്തിനാ തന്നെ? നമുക്ക് വേണ്ടി മരിക്കാൻ. എന്നിട്ട് ഈശോ പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 53-ാമത്തെ വചനത്തിൽ ഈശോ പറയാ, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാണ് ദൈവകാരുണ്യം, ഇതാണ് ദിവ്യകാരുണ്യം. കൂടെ വസിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന യേശു. കാരണം മറ്റൊന്നല്ല, ഈശോ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നിനക്കും ജീവിക്കാൻ പറ്റത്തില്ല, ഈ ലോകത്തിന് ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈശോ നമുക്ക് വേണ്ടി ദിവ്യകാരുണ്യമായിട്ട് നമ്മിൽ വസിക്കാൻ, നാം യേശുവിൽ വസിക്കാൻ, ഇതാണ് മക്കളെ കാരുണ്യം. ഈ കരുണയിലേക്ക് തിരിയണം, ഈ കരുണയിലേക്ക് നമ്മൾ അടുക്കണം. അതിനുള്ള വിളി കുരിശിൽ കിടന്നുകൊണ്ട്, പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, കുരിശിൽ തറയ്ക്കപ്പെട്ട് അവസാനത്തുള്ളി രക്തവും ചിന്തി നീറുന്ന അവസ്ഥയിലും സഹനത്തിൻ്റെ പെരും കടലിലും കർത്താവ് ആ കരുണയുടെ കടൽ ചങ്ക് കുത്തി തുറന്നുകൊണ്ട് ലോകത്തിലേക്ക് ഒഴുക്കിവിട്ട് ഈശോ നിലവിളിക്കുക, മക്കളെ എനിക്ക് ദാഹിക്കുന്നു മക്കളെ. ആ കുരിശിലെ നിലവിളിയാണ് കരുണയുടെ നിലവിളി. എന്തിനാ? ആ കർത്താവിനെ സ്വീകരിക്കാൻ, ആ കർത്താവിനെ സ്വന്തമാക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കരുണയുടെ പ്രവാചകിയായ വിശുദ്ധ ഫൗസ്റ്റീന ഡയറി കുറിപ്പിൽ പേരിട്ടിരിക്കുന്നത് എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകി ഇറങ്ങിയ ദൈവത്തിൻ്റെ കാരുണ്യമെന്നാണ് ഡയറിക്കിട്ട പേര്. എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകി ഇറങ്ങിയ ദൈവത്തിൻ്റെ കാരുണ്യം. ഈ പ്രിയപ്പെട്ട മകളെ ഒന്ന് പഠിക്കണം. ദൈവത്തോട് അതുപോലെ ചേർന്ന ഒരു മകൾ, തൻ്റെ ജീവിതത്തെ മുഴുവനായിട്ടും ദൈവത്തിന് സമർപ്പിച്ച മകൾ. ഡയറിയിൽ 552 പറയുന്നുണ്ട്, എൻ്റെ ആത്മാവിൻ്റെ അകക്കാമ്പ് എൻ്റെ ദൈവവും ഞാനും മാത്രം വസിക്കുന്ന അതിരമണീയവും വിശാലവുമായ ഒരു ലോകമാണ്. അവിടെ ദൈവത്തിനല്ലാതെ മറ്റാർക്കും പ്രവേശനമില്ല. ഞാൻ ഓർക്കുക, ഈ വിശുദ്ധ ഫൗസ്റ്റീനായ എന്തുകൊണ്ട്, എങ്ങനെ ദൈവം ഈ കരുണയുടെ പ്രവാചകയാക്കി? അത് മറ്റൊന്നും കൊണ്ടുമല്ല, ദൈവത്തോട് അതുപോലെ ചേർന്ന്, ദൈവത്തോട് അതുപോലെ ഐക്യപ്പെട്ട്, എൻ്റെ ആത്മാവിൽ ദൈവത്തിനല്ലാതെ മറ്റൊന്നിനും സ്ഥാനമില്ല, അവകാശമില്ലെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സ്വന്തമെന്ന സത്യം അംഗീകരിച്ച് ദൈവത്തോട് അതുപോലെ ചേർന്ന് നിന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകളാണ് ഈ ഫൗസ്റ്റീന. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ദൈവമായ കർത്താവ് ഈ കരുണയുടെ സന്ദേശങ്ങൾ നമുക്ക് നൽകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വലിയ ഉത്തരവാദിത്വമാണ് ഈ കരുണയിലേക്ക് നമ്മൾ തിരിയണം, ഈ കരുണയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കണം. ഇനി മറ്റൊരു കാര്യമുണ്ട്, നമുക്കുള്ളൊരവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവന് സ്വാതന്ത്ര്യമുണ്ട്. വേണമെങ്കിൽ തിരിയാം, വേണമെങ്കിൽ തിരിയാതിരിക്കാം. വെളിപാടിന്റെ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഇതാ ഞാൻ നിന്റെ ഹൃദയ കവാടത്തിൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്ന് തന്നാൽ ഞാൻ അവൻ്റെ അകത്ത് പ്രവേശിക്കും, അവൻ്റെ കൂടെ ഭക്ഷിക്കും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം എപ്പോഴും നമ്മുടെ അരികിലേക്ക് വരികയാണ്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, ഈ ലോകത്തിലേക്ക്, നിന്റെ ശരീരത്തിലേക്ക് എപ്പോഴും വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ അംഗീകരിച്ച്, നമ്മൾ വാതിൽ തുറന്ന് കൊടുത്ത് ഈ കരുണയായ ദൈവത്തെ, എൻ്റെ തൈത്തണ്ടാണ് അവനെന്നും എനിക്ക് ജീവിക്കാനുള്ള ജീവജലമാണ് അവിടെന്നും തിരിച്ചറിഞ്ഞ് ദൈവത്തെ ഞാനും നീയും സ്വീകരിക്കുന്നില്ലെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് ഇടിച്ചു കയറി വരത്തില്ല.
ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ദൈവത്തെ മറന്ന് ദൈവത്തിൻ്റെ വചനം വിട്ട് ദൈവകൽപ്പനകൾ ലംഘിച്ച് അനേകം മക്കൾ ഇന്ന് ജീവിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്കും ലോകം മുഴുവനിലേക്കും കടന്നു വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുവാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയം നമുക്ക് ദൈവസന്നിധിയിലേക്ക് പശ്ചാത്താപത്തോടെ വലിയ കണ്ണുനീരോടെ തിരിച്ചു വരുവാനുള്ള ഒരു സമയമാക്കി എടുക്കണം. ദൈവത്തെ വിട്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ട്, ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അകന്നു പോയ അവസ്ഥയിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിച്ചു വരാനുള്ള വലിയ ഒരു വിളി ദൈവം നമുക്ക് തരുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അച്ഛനൊരു യൂട്യൂബ് ചാനലുണ്ട്. അത് ഞാനിങ്ങനെ ഈശോയുടെ കുരിശുമാരനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചപ്പോൾ ഒരു ടോക്കിട്ട് ഞാൻ അവിടെ ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന് സഹിക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ അവകാശത്തെ അംഗീകരിക്കാതെ, ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് മനസ്സിലാക്കാതെ തന്നിഷ്ടം പോലെ ജീവിച്ച മനുഷ്യൻ. ജെറമ്യാ പ്രവാചന പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 21, 22, 23 വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ശുഭമായിരിക്കും. അവിടെ വീണ്ടും വചനം പറയാ, എന്നാൽ അവർ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല. പിന്നെ എന്താ ചെയ്തേ? തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണ അനുസരിച്ച് തന്നിഷ്ടപ്രകാരം ജീവിച്ചു. അതിനാൽ അവരുടെ പോക്ക് മുന്നോട്ടല്ല പിന്നോട്ടാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് അനേകം മക്കള് ഗേ മാരേജ്, ഗർഭചിത്രം, ഹോമോസെക്ഷുവലിറ്റി, അങ്ങനെ ഒത്തിരി തിന്മയുടെ മ്ലേച്ഛതയുടെ ദൈവത്തിൻ്റെ പദ്ധതി വിട്ട് ദൈവം എന്തിനാ സൃഷ്ടിച്ചേ? ദൈവം നമ്മെ എന്തിനാ സൃഷ്ടിച്ചേ? ദൈവത്തിന് പദ്ധതിയുണ്ട്. എഫെസോസ്കാർക്ക് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, അതായത് ദൈവത്തിന് നമ്മെക്കുറിച്ച് വ്യക്തമായ പദ്ധതിയുണ്ട്. നാം ദൈവത്തിലെ കരവേലയാണ്. ദൈവത്തെ കൂടാതെ ജീവിക്കാൻ പറ്റാത്ത, ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് ജീവിക്കാൻ പറ്റാത്ത, ദൈവത്തിന് വേണ്ടി അവിടെ വീണ്ടും പറയണേ, നാം ദൈവത്തിന്റെ കരവേലയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്ക് വേണ്ടി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാ. യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാ. യേശുക്രിസ്തു ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവം മുൻകൂട്ടി കണ്ട ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതലെ, ഇന്ന് ഈ ദൈവകരുണയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ കരുണയാകുന്ന ദൈവത്തിൻ്റെ സന്നദ്ധിയിലായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ചാണോ? ദൈവത്തിൻ്റെ മനസ്സ് നീ അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ അറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കണം. ഇന്ന് ലോകത്തിന് പറ്റിയത് ദൈവത്തിൻ്റെ മനസ്സ് വിട്ടു. ദൈവം എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? ആർക്കറിയാം? എല്ലാവരും തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണ അനുസരിച്ച് തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ടോക്ക് കഴിഞ്ഞപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറുപ്പക്കാരൻ എനിക്ക് എഴുതി കമൻ്റ് പോലെ ഏറ്റു, അച്ഛനോട് തർക്കിക്കാനല്ല, അവരും ദൈവത്തിൻ്റെ സൃഷ്ടികളല്ലേ? ഈ ഗേ മാരേജും ഈ ഹോമോസെക്ഷൽസും ഇങ്ങനെ ജീവിക്കുന്നവരും ദൈവത്തിൻ്റെ സൃഷ്ടികളല്ലേ? ദൈവത്തിൻ്റെ മക്കളല്ലേ? ഞാൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. പക്ഷേ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഉത്തരം നൽകാം. പ്രഭാഷണ പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൻ്റെ 11 മുതൽ തിരുവചനം അവിടെ പറയുന്നുണ്ട്, ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യവും നൽകി. എന്ത് പറയാണ്? ജീവനും മരണവും അവൻ്റെ മുമ്പിലുണ്ട്, അഗ്നിയും ജലവും അവൻ്റെ മുമ്പിലുണ്ട്, ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. അതിന് മുമ്പ് പറയുന്നുണ്ട്, മനസ്സ് വച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ, പ്രമാണങ്ങൾ അനുസരിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പൗലോസ്ലീഹ പറഞ്ഞ പോലെ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ജീവിക്കേണ്ടത് സൃഷ്ടിച്ചവൻ്റെ മനസ്സറിഞ്ഞ്, അവൻ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു അവൻ്റെ മനസ്സറിഞ്ഞ് ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് ജീവിക്കണം. അവൻ്റെ ഇഷ്ടം നിറവേറണം. അതാണ് പരിശുദ്ധ അമ്മ ചെയ്തത്. ദൈവകരുണയുടെ സ്വന്തമായ പാരമ്യത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധമ്മ പറയുന്നുണ്ട്, ഇതാ കർത്താവേ നിന്റെ ദാസി, ഐ ആം ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്. കർത്താവേ, ഞാൻ നിന്റെ കരവേലയാണ്. ഇന്ന് ലോകത്തിന് അങ്ങനെ പറയാൻ പറ്റണം മക്കളെ, അതാണ് അവസ്ഥ. അതുകൊണ്ട് ഇവിടെ ദൈവമായ കർത്താവ് പറയാ, ജീവനും മരണവും നിന്റെ മുമ്പിലുണ്ട്, അഗ്നിയും ജലവും നിന്റെ മുമ്പിലുണ്ട്, ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. യു ആർ ഫ്രീ. ഞാനും നീ സ്വതന്ത്രനാണ്. ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ കയറി കളിക്കത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ,
നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായ മക്കളാണ്, ദൈവത്തോട് ചേർന്ന് ജീവിക്കേണ്ട മക്കളാണ്. അതുകൊണ്ട് തന്നെ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യം, എൻ്റെ മക്കൾ എന്നോട് ചേർന്നിരിക്കണം. ജെറമ്യാ പ്രവാചകനോട് കർത്താവ് ഒരിക്കൽ പറഞ്ഞില്ലേ, ജെറമ്യാ നീ പോയി ഒരു അരക്കച്ച വാങ്ങുക, എന്നിട്ട് പറഞ്ഞു അത് യൂഫ്രട്ടീസ് നദീതീരത്ത് കൊണ്ടുപോയി കുഴിച്ചിടുക. വീണ്ടും പറഞ്ഞു, കുറച്ച് ദിവസം കഴിഞ്ഞ് പറഞ്ഞു, നീ അത് പോയി തിരഞ്ഞെടുക്ക്. അപ്പോൾ അവൻ തിരഞ്ഞെടുത്തപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അരക്കച്ച ജീർണിച്ച് ഒന്നിനും കൊള്ളാതായിരിക്കുന്നു, ജീർണിച്ചു പോയി, നശിച്ചു പോയി. അപ്പോൾ ദൈവമായ കർത്താവ് പറയാണ്, അരക്കച്ച അരയോട് ചേർന്നിരിക്കണം. എൻ്റെ മക്കൾ എന്നോട് ചേർന്നിരിക്കണം. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ചേർന്നിരിക്കേണ്ടത് ദൈവം തന്നെയായ ദൈവകരുണയുടെ ആ നിറവിലാണ്, ആ കരുണയിലാണ്. അവിടെ ചേർന്നിരിക്കാതെ പോയാൽ ഞാനും നീയും നിന്റെ കുടുംബവും എൻ്റെ കുടുംബവും പൗരോഹിത്യവും ലോകം മുഴുവനും നശിച്ചു പോകുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് ഒരിക്കലും മാറിയിട്ടില്ല. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു വിളിയുണ്ട്. ആ വിളിക്കനുസരിച്ച് മനുഷ്യൻ ജീവിക്കാതെ പോയാൽ അവൻ്റെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, സമൂഹത്തിലേക്ക്, രാജ്യത്തിലേക്ക് കടന്നു വരുന്ന നാശങ്ങൾ, മഹാമാരികൾ, നഷ്ടങ്ങൾ, തകർച്ചകളുണ്ട്. അത് അച്ചിട്ട പോലെ ശരിയാണെന്നുള്ള സത്യം ഇന്ന് ഈ കാലഘട്ടത്തിലല്ല, എന്നും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ദൈവത്തോടു കൂടെ ജീവിക്കണം. ഒരു കാര്യം ഓർത്തോ, ദൈവത്തിൻ്റെ വലിയ ആഗ്രഹമാണ് മക്കളെ, നമ്മൾ ദൈവത്തിൻ്റെ ഈ കരുണയിൽ എപ്പോഴും വിലയം പ്രാപിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്ത്യനോട് ഈശോ പറയുക, എൻ്റെ മോളെ നീ പറ, ഞാൻ കാരുണ്യ, എൻ്റെ കരുണ ഞാൻ കടൽ പോലെ ഇതാ ഒഴുക്കിയിരിക്കുന്നു, എൻ്റെ കരുണയുടെ വാതിൽ ഞാൻ എല്ലാ മക്കൾക്കും വേണ്ടി തുറന്നിട്ടിരിക്കുന്നു. പക്ഷേ എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ട. ഈ ദിവസങ്ങളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സങ്കടത്തോടു കൂടി കണ്ണീരോടെ ഈശോ പറയണ ഒരു കാര്യമുണ്ട്. എപ്പോഴും ഒന്ന് പറയാറുണ്ട് ഈശോ, എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ട, എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ടെന്ന് ഈശോ പറയാ. നിലവിളിച്ചിട്ട് പറയണ ഈശോ, എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ട. പിന്നെ എന്ത് മതി? എന്നിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ മതി. എൻ്റെ മക്കൾക്ക് രോഗസൗഖ്യം കിട്ടണം, എൻ്റെ മക്കൾക്ക് ജോലി കിട്ടണം, എൻ്റെ മക്കൾക്ക് കല്യാണം നടക്കണം, എൻ്റെ മക്കൾക്ക് വിദേശത്ത് പോകണം, എൻ്റെ മക്കൾക്ക് IELTS പാസ്സാവണം, എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ട. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇത് കരുണയുടെ ഒരു നിലവിളിയാ, കരുണയുടെ നിലവിളിയാ. എന്തിന്? യേശുവിന് വേണ്ടി യേശുവിനെ സമീപിക്കണം. നമ്മുടെ ജീവിതം യേശുവിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി മുതൽ നമ്മൾ എടുത്തു നോക്കിക്കോ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവമനുഷ്യനെ സൃഷ്ടിച്ചു. അല്പമൊന്ന് വിശുദ്ധ ബൈബിളിലൂടെ ഈ കരുണയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് അല്പം ഒന്ന് ഇറങ്ങാം ഇപ്പോൾ ഈ സമയം. ദൈവം തൻ്റെ മക്കളെ സൃഷ്ടിച്ചു, ജീവൻ നൽകി, ജീവൻ്റെ സമൃദ്ധി നൽകി. എന്നിട്ട് ആ മക്കളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ എൻ്റെ വചനം അനുസരിക്കണം, നിങ്ങൾ ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നാൽ നിങ്ങൾ മരിക്കും. നമുക്കറിയാം, വചനം ദൈവ, ആദിയിലും വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. അതീശോ. അപ്പോൾ വചനം ദൈവമാണ്, യേശുവാണ്. വചനത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്വീകരിക്കുക, യേശുവിനെ സ്വീകരിക്കുക എന്നർത്ഥം. യേശുവാണ് ജീവൻ, യേശുവാണ് വഴി, യേശുവാണ് സത്യം. യേശുവില്ലാതെ നമുക്കിതൊന്നുമില്ല. അതുകൊണ്ട് ഈ ദൈവത്തെ വിട്ട്, ഇതാണ് മക്കളെ കരുണ എന്ന് പറയുന്നത്. ആ കരുണ സ്വന്തമാക്കണം. എന്നാൽ നമുക്കറിയാം, മനുഷ്യൻ ദൈവത്തിൻ്റെ ഈ വചനം കേൾക്കാതെ സാത്താൻ്റെ, പിന്നെ ഒരു കാര്യം ഓർത്തോ, സാത്താൻ, നമ്മൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ ആ സ്വന്തമായി ജീവിക്കുന്നത് സാത്താന് ഒരിക്കലും ഇഷ്ടമല്ല. അവൻ പല രീതികളിൽ അവൻ കടന്നു വരും. ഇവിടെ വന്നിട്ട് ദൈവത്തിൽ സംശയം ജനിപ്പിച്ച്, വചനത്തിൽ സംശയം ജനിപ്പിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യനെ വീഴ്ത്തി. ഞാൻ അതിലേക്കൊന്നും ആഴത്തിൽ നമുക്കറിയാം, ആഴത്തിൽ പോകുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി മനുഷ്യൻ. ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു. അവൻ വെറും ജഡമായിട്ട് മാറി. പിന്നെ അവൻ്റെ ഹൃദയത്തിലെ ചിന്ത, ഭാവന എപ്പോഴും ദുഷിച്ചത് മാത്രമായിട്ട് മാറി. ഉൽപ്പത്തി 6:3 6:5 അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെ കൃപ നഷ്ടപ്പെട്ട് ജഡമായി പോയ മനുഷ്യൻ്റെ അവസ്ഥ ദൈവം ഒത്തിരി സങ്കടപ്പെട്ട് കാണും. നമുക്കൊരു കാര്യം അറിയാൻ പറയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ മേൽ യാതൊരു അവകാശവും. സത്യം അതല്ലേ? ഈ ലോകത്തിൻ്റെ മേൽ നമുക്കെന്ത് അവകാശമുള്ളത്? ഈ പ്രകൃതിയുടെ മേൽ നമുക്കെന്ത് അവകാശമുള്ളത്? ഇത് ദൈവത്തിൻ്റെ കാരുണ്യമാണ്, ഇത് ദൈവത്തിൻ്റെതാണ്. അപ്പൊ ഇത് മനസ്സിലാക്കാതെ സ്വന്തം എന്ന പോലെ കരുതി ഇന്ന് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു അവസ്ഥയിൽ ദൈവത്തിൻ്റെ വേദന നിങ്ങൾ ഓർത്തിട്ടുണ്ടോ മക്കളെ?
ഈ ദിവസങ്ങളിലൊക്കെ ഈ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ ചങ്കുപൊട്ടിക്കറി, ദൈവം എൻ്റെ മക്കൾ എന്നെ വിട്ട്, എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ട. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു അറിയുന്നൊരു സഹോദരൻ ഒരു എന്താ പറയുക വീഡിയോ ക്ലിപ്പ് അയച്ചു തന്നു. സംഭവം ഇതാണ്: തൻ്റെ പ്രിയപ്പെട്ട മകള് അപ്പനെ വിട്ട്, അമ്മേനെ വിട്ട്, വീട് വിട്ട്, സഭ വിട്ട്, പാരമ്പര്യം വിട്ട് ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. അതിൻ്റെ പേരിൽ കേസായി പോലീസ് സ്റ്റേഷനിൽ ഈ പെൺകൊച്ചിനെ പിടിച്ചുകൊണ്ടു വന്നേക്കാം. ആ അപ്പൻ ആ സ്റ്റേഷനിലിരുന്ന് എൻ്റെ മോളേന്ന് വിളിച്ചിട്ട് ചങ്കത്തടിച്ചെന്ന് കരയണ വീഡിയോ ഈ കഴിഞ്ഞ ദിവസം ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഒരു ക്രിസ്ത്യാനി കൊച്ച്. ഞാൻ ഓർക്കാണ്, ഒരപ്പൻ ഒരു മകൾ ഇതുപോലെ പോയതിൻ്റെ പേരിൽ ചങ്ക് പൊട്ടി മാറത്തടിച്ച് കരയുമ്പോൾ, എല്ലാം തന്ന എൻ്റെ ദൈവം, ഞാനും നീയും ഈ ദൈവത്തെ വിട്ട്, ഈ ദൈവത്തിൻ്റെ കരുണ വിട്ട് പടിയിറങ്ങിപ്പോകുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ എന്തുമാത്രം വേദനിക്കും. ദൈവം വലിയ പദ്ധതിയോടെ സൃഷ്ടിച്ചു. എൻ്റെ കൂടെ എൻ്റെ മക്കൾ ജീവിക്കും. ഈ വിശുദ്ധ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ വലിയ വേദനയാണ്, എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനം ദൈവമായ കർത്താവ് സങ്കടത്തോടെ പറയാ: ആകാശമേ കേൾക്കുക, ഭൂതലമേ ചെവിത്ത. ആരോടാ പറയാ ഞാൻ? ആകാശമേ കേൾക്ക്, ഭൂതലമേ ചെവിത്ത. ഞാൻ മക്കളെ പോറ്റി വളർത്തി. ദൈവത്തിന്റെ കണ്ണീരാ മക്കളെ, ദൈവത്തിന്റെ വേദന പറയാ. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. എന്ന് ദൈവത്തോട് മത്സരിക്കുക മനുഷ്യൻ, ദൈവത്തോട് മത്സരിക്കുന്നു. ദൈവം പറയാ: കാള അതിൻ്റെ യജമാനനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനന്റെ തൊഴുത്തറിയുന്നു, എന്നാൽ എൻ്റെ ജനം എന്നെ അറിയുന്നില്ല, എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. സങ്കട കർത്താവിന്, സങ്കട. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നുവെന്ന് കാരുണ്യവാനായ കർത്താവ് നിലവിളിക്കുമ്പോൾ ഈ കണ്ണീരിൻ്റെ വിളിയുണ്ട്. ഞാൻ ജീവൻ നൽകി, ഞാൻ ശരീരം നൽകി, ഞാൻ കഴിവ് നൽകി, ഞാൻ സമ്പത്ത് നൽകി, ഞാൻ ആരോഗ്യം നൽകി, ഞാൻ എല്ലാം നൽകി, എന്നാൽ എൻ്റെ ജനം എന്നെ മറന്നു. ദൈവത്തിൻ്റെ വേദനയാണ് പ്രിയപ്പെട്ട മക്കളെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ നിലവിളി നമ്മൾ കേൾക്കണം. ദൈവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ദൈവത്തിൻ്റെ അവകാശം നമ്മൾ അംഗീകരിക്കണം. അങ്ങനെ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവിക ജീവൻ നഷ്ടപ്പെട്ട് ജഡമായിട്ട് മാറി. മാത്രമല്ല, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 407 ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്: ആദ്യ മാതാപിതാക്കളുടെ പാപത്തിലൂടെ പിശാചിന് മാനവ കുലത്തിൻ്റെ മേൽ ഒരു തരം ആധിപത്യം കിട്ടി. വേണമെങ്കിൽ കേട്ടോ, ആദ്യ മാതാപിതാക്കളുടെ പാപത്തിലൂടെ പിശാചിന് മാനവ കുലത്തിൻ്റെ മേൽ ഒരു തരം ആധിപത്യം കിട്ടി. എന്നിട്ട് പറയാണ്, മരണ സംസ്കാരത്തിൻ്റെ ഉടയവനാകുന്ന പിശാചിൻ്റെ പിടിയിൽ അമർന്നു പോയ ആധിപത്യം, മരണ സംസ്കാരത്തിന് പിടിപ്പെട്ടുപോയ ആധിപത്യം, പിശാചിൻ്റെ പിടി. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു അവസ്ഥയിൽ ദൈവം എന്തുമാത്രം വേദനിച്ച് കാണും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും 4-ാം അധ്യായത്തിൽ പ്രലോഭകനായ പിശാച് വന്നിട്ട് ഈശോയോട് പറയാ, ഈ ഭൂമിയും അതിലെ സകല സമ്പത്തും കാണിച്ചു കൊടുത്തുകൊണ്ട് ഈശോയോട് പറയാ: ഇവയെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, നിനക്ക് തരാം, എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ. ഈശോയുടെ സൃഷ്ടാവായ ദൈവത്തോട് സാത്താൻ പറയാ, ഇവയെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാ പറഞ്ഞ മക്കളെ? മനുഷ്യനെല്ലാം നൽകി ദൈവം. ഈ പ്രപഞ്ചത്തെ, ഈ പ്രകൃതിയെ എല്ലാം മനുഷ്യന് ദൈവം നൽകി. എന്നാൽ മനുഷ്യൻ പിശാചിന് അടിമപ്പെട്ടപ്പോൾ മനുഷ്യന് എന്തൊക്കെയുണ്ടോ അത് പിശാചിൻ്റെതായിട്ട് തീർന്നു. എന്നിട്ട് ആ പിശാച് സൃഷ്ടിച്ചവനോട് പറയാ, എല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആര് നൽകി? മനുഷ്യൻ നൽകി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ കണ്ണീര് നമ്മൾ കാണണം. ഇന്ന് മനുഷ്യൻ്റെ പാപം, മനുഷ്യൻ്റെ അകൃത്യം, മനുഷ്യൻ്റെ തിന്മ, മനുഷ്യൻ്റെ മ്ലേച്ഛത അത്രമാത്രം വലുതായിരിക്കുമ്പോൾ ചങ്കുപൊട്ടി കരയുന്ന ഒരപ്പൻ്റെ, ഒരു സൃഷ്ടാവിൻ്റെ, ഒരു നിർമ്മാതാവിൻ്റെ, ഒരു ഉടയവൻ്റെ കണ്ണീര് ഇന്ന് അതുപോലെ വീഴുന്നുണ്ട്. കുരിശിൽ കിടന്ന നിലവിളി അത് ചങ്കിൽ തറക്കട്ടെ. ഈ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുവാൻ ഒരുങ്ങുന്ന ഈ സമയം, ഈ കരുണക്കടൽ ഇപ്പോഴും തുറന്ന് കിടക്കാനട്ടോ മക്കളെ, അത് മറക്കരുത്. അതുകൊണ്ട് ഈ കരുണക്കടലിലേക്ക് കടന്നു വരണം. അതിനുശേഷം ദൈവമായ കർത്താവ് തൻ്റെ സ്വന്തമാക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് മനുഷ്യൻ്റെ പിന്നാലെ നടക്കുക. എൻ്റെ മക്കൾ ഈ കരുണ, ഇതൊക്കെ എന്തിനാണെന്നറിയാമോ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ? ദൈവത്തെ, അച്ഛനത് പലവട്ടം പറയും, ഇന്ന് ദൈവത്തെ കൂടാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കണേ. അത് നമ്മൾ അറിയണം. അതിനുവേണ്ടി ദൈവം ഇറങ്ങി വരിക. അബ്രാഹത്തെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ദൈവം ആഗ്രഹിക്കുക, എൻ്റെ മക്കളുടെ കൂടെ എനിക്ക് ജീവിക്കണം. വേറെ ദൈവത്തിൻ്റെ സ്വാർത്ഥത എന്നല്ല മക്കളെ. എന്താണ്? ദൈവമില്ലാതെ ജീവിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതാണ് കാരുണ്യം.
ആ കരുണയിലേക്ക് ദൈവം പറയും, ഞാൻ നിന്റെ കൂടെ വരും, നിന്റെ കൂടെ വസിക്കും. ഇസ്ഹാക്കിനോട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ. യാക്കോബിനോട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ. നിന്റെ അപ്പൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നിന്നിൽ നിറവേറുന്നത് വരെ ഞാൻ നിന്നെ കൈവിടില്ലെന്ന് പറഞ്ഞ് ബഥേലിൽ വെച്ച് യാക്കോബിനെ അനുഗ്രഹിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വീണ്ടും ജോസഫ് ചരിത്രം പെട്ടെന്ന് ഒന്ന് കാണുമ്പോൾ ജോസഫ് അവൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. ജോസഫിൻ്റെ കൂടെ അവനെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞപ്പോൾ കർത്താവ് കൂടെ ഇറങ്ങി. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒരുവനെ പൊട്ടക്കുണ്ടിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ദൈവം അവൻ്റെ കൂടെ ഇറങ്ങി. ഈജിപ്തിൽ വിറ്റപ്പോൾ അവൻ്റെ കൂടെ പോയി, കാരാഗ്രഹത്തിൽ അവൻ്റെ കൂടെ ചെന്നു. അവനെ കൈവിടാതെ ഈജിപ്തിൻ്റെ അധിപനാക്കി ഉയർത്തിയ വിധത്തിൽ അവനെ ദൈവം അനുഗ്രഹിച്ചു. കാരണം എന്താ? ജോസഫ് ദൈവത്തെ വിട്ടില്ല, ജോസഫ് ദൈവത്തെ മറന്നില്ല, ജോസഫ് ദൈവത്തോട് ചേർന്ന് നിന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു ജോസഫിൻ്റെ മാതൃക ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. നമുക്കറിയാം, ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവമായ കർത്താവ് ഈ കരുണയിലേക്ക് നമ്മെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ നമ്മളും നമ്മുടെ ജീവിതങ്ങളും സഭയും ഈ ലോകം മുഴുവനും ഒരു വലിയ ആത്മശോധനയിലേക്ക് ഈ കരുണയുടെ കാലഘട്ടത്തിൽ കടന്നു വരണം. വീണ്ടും ഞാൻ പറയാണ്, കർത്താവിൻ്റെ കരുണ ഇപ്പോഴും ഇതാ തുറക്കപ്പെട്ട ആ വലിയ അഭിഷേകത്തിൽ ഒരു കടൽ പോലെ ഇന്നും നമ്മുടെ മുമ്പിലുണ്ട്. ആ കരുണ കടലിലേക്ക് നമ്മളൊന്ന് കടന്നു വന്നാൽ മതി മക്കളെ, ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഇതിന് സാധിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് നമ്മൾ അംഗീകരിക്കണം. എന്ത്? ദൈവത്തിൻ്റെ അവകാശം നമ്മൾ അംഗീകരിക്കണം. എന്തിൻ്റെ അവകാശം? എൻ്റെ ശരീരത്തിൻ്റെ മേൽ ദൈവത്തിനാണ് അവകാശം, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിനാണ് അവകാശം, എൻ്റെ ജീവിതം ദൈവത്തിൻ്റെതാണ്. ഈ ലോകത്തിൻ്റെ മേൽ ഇന്ന് രാഷ്ട്രീയ അധികാരികളും ലോകം മുഴുവനും അംഗീകരിച്ച് ഏറ്റുപറയണം. നമുക്കറിയാം, ഇസ്രായേൽ ജനം പാപം ചെയ്യുമ്പോൾ, ദൈവത്തെ മറന്നു ജീവിക്കുമ്പോൾ ഈ ജനത്തിൻ്റെ മേൽ ദൈവം പെട്ടെന്ന് ഇടപെടുന്ന ഒരു സമയമുണ്ട്. എപ്പോഴെന്നറിയോ? ഈ ജനം ദൈവത്തോട് പറയാ, ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ മക്കളാ. എസ്തേറിന്റെ പുസ്തകത്തിൽ 13-ാം അധ്യായം, 13 അധ്യായങ്ങളുണ്ട്. അതിൽ 13-ാം അധ്യായത്തിൽ മൊർദെഖായിയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാണ്. അവിടെ മൊർദെഖായി, നമുക്കറിയാം, ഹാമാൻ ഒത്തിരിയേറെ ഇസ്രായേൽ ജനത്തിനെതിരെ, അടിമത്തത്തിലായി ഈ ജനം ഇസ്രായേൽ ജനത്തിനെതിരെ പ്രവർത്തിച്ചു. മൊർദെഖായെ തൂക്കിക്കൊല്ലാൻ വേണ്ടി കഴുമരം ഉണ്ടാക്കി വെച്ചേക്ക. അങ്ങനെ ഈ അവസ്ഥയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇസ്രായേൽ ജനത്തെ ഒന്നടങ്കം കൊന്നൊടുക്കാനുള്ള ആ ഒരു തീരുമാനം, അതിൻ്റെ ഒരു തീരുമാനം രാജാവിനെ കൊണ്ട് എഴുതി സീൽ വെച്ചേക്കാം. ആ സമയത്ത് ഈ മൊർദെഖായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന കേട്ടോട്ടെ. ദൈവം അദ്ദേഹം പ്രാർത്ഥിക്കണം, കർത്താവേ, ഇസ്രായേലിനെ രക്ഷിക്കുവാൻ അങ്ങ് തിരുമനസ്സായാൽ അതിനെ തടസ്സപ്പെടുത്താൻ ആർക്കുമാകത്തില്ല. അത് കേട്ടോളണം. ഇന്ന് ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാണ്ടല്ലോ, ദൈവം പെട്ടെന്ന് ഇടപെടും. ദൈവം പ്രാർത്ഥിക്കണം, ദൈവമേ, ഇസ്രായേലിനെ രക്ഷിക്കുവാൻ അങ്ങ് തിരുമനസ്സായാൽ അതിനെ തടസ്സപ്പെടുത്താൻ ആർക്കുമാകില്ല. അതിൻ്റെ കാരണം പറയാ, ഈജിപ്ത് നാട്ടിൽ നിന്ന് അങ്ങ് വീണ്ടെടുത്ത് അങ്ങ് കൊണ്ടുവന്ന അങ്ങയുടെ ജനം അങ്ങയുടെ അവകാശമാണല്ലോ. കേട്ടെ, ഈജിപ്ത് നാട്ടിൽ നിന്ന് അങ്ങ് വീണ്ടെടുത്ത് അങ്ങ് കൊണ്ടുവന്ന അങ്ങയുടെ ജനം എല്ലാം അങ്ങയുടെ. അവസാനം പറയാ, അങ്ങയുടെ സ്വന്തമാണല്ലോ. എന്നിട്ട് പറയണേ, അങ്ങയുടെ അവകാശത്തെ അവഗണിക്കരുതേ കർത്താവേ, അങ്ങയുടെ അവകാശത്തെ അവഗണിക്കരുതേ. ഇന്ന് നമ്മൾ ഒരുമിച്ച് പറയണം, ഇന്ന് ലോകം മുഴുവനും പറയണം, സഭ അധികാരികൾ പറയണം, ദൈവമേ, അങ്ങയുടെ അവകാശമാ, അങ്ങയുടെ സ്വന്തമാ, അങ്ങ് വീണ്ടെടുത്തതാ, അങ്ങ് ജീവൻ തന്നതാ, അങ്ങ് കരവേല ചെയ്തതാ, അങ്ങയുടെ അവകാശത്തിൻ്റെ മേൽ കരുണയായിരിക്കണമെന്ന് ചങ്കുപൊട്ടി നിലവിളിച്ച് ഈ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവം ഇടപെടും. ചരിത്രം നമുക്കൊരു ദൈവം ഇടപെട്ടു. ഞാൻ കഴിഞ്ഞ ദിവസം, എനിക്കറിയാവുന്ന ഒരു ആൻറ്റി ഉണ്ട് അമേരിക്കയിൽ, ഡെയ്സി ആൻറ്റി കോവിഡ് ബാധിച്ചു, അങ്ങേയറ്റത്തെ അവസ്ഥയിലേക്ക് പോയി, ആശുപത്രിയിൽ ICUവിൽ ആയിരിക്കുന്നു, ഓക്സിജൻ കൊടുത്ത് ഇട്ടേക്കാണ്. ആ സമയത്ത് വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി ഡോക്ടേഴ്സ് പറയാം. അപ്പോൾ ഈ ഡെയ്സി ആൻറ്റി നോക്കിയപ്പോൾ വെന്റിലേറ്ററിലേക്ക് പോയവരൊക്കെ ബോഡികളായിട്ട്, ശവമായിട്ട് മരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഡെയ്സി ആൻറ്റി പറഞ്ഞു, കഴിഞ്ഞ ദിവസം 2 ആഴ്ച മുമ്പ് സംഭവിച്ച രചനയിൽ പറയാം, ഡെയ്സി ആൻറ്റി പറഞ്ഞു, എൻ്റെ യേശു എന്നെ സുഖപ്പെടുത്തും. ഡോക്ടേഴ്സിന് പറഞ്ഞു പറയാം, എൻ്റെ യേശു എന്നെ സുഖപ്പെടുത്തും, ഞാൻ കർത്താവിൻ്റെ മോളാ, ഞാൻ കർത്താവിൻ്റെ അവകാശമാ, ഞാൻ കർത്താവിന് സ്വന്തമാ. ഈ അവസ്ഥയിൽ വിശ്വാസത്തോടെ ഈ മകൾ പറഞ്ഞു, എൻ്റെ യേശു എന്നെ സുഖപ്പെടുത്തും. ഇതൊക്കെ എന്നോട് പറഞ്ഞത്, ആ സമയത്ത് പറഞ്ഞത് ആ ഡെയ്സിയാൻ്റെ ചേച്ചി ലൂസി ആൻറ്റി ഉണ്ട്. ലൂസി ആൻറ്റിയെ പറയാം. ലൂസി ആൻറ്റി കരുണയ്ക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കണ ലൂസി ആൻറ്റിയാണ്.
ലൂസിയാൻ്റെ ഒരിക്കൽ ഒരു ദിവസം വിളിച്ച് ദുഃഖ വെള്ളിയാഴ്ച അന്നൊക്കെ ഈ ഡേസിയാൻ്റെ വെന്റിലേറ്റർ ആക്കിയിട്ടില്ല, ഓക്സിജൻ കൊടുത്തിട്ടേക്കാം. അപ്പോൾ ലൂസിയാൻ്റെ പറഞ്ഞു, ദുഃഖ വെള്ളിയാഴ്ച ഈശോയോട് പറഞ്ഞു, കർത്താവേ നീ അല്ല പറഞ്ഞ് സംഗീതം 56:8 എൻ്റെ കണ്ണീര് കുപ്പി ശേഖരിച്ചിട്ടുണ്ടെന്ന്. ശേഖരിച്ച് മതിയായില്ല കർത്താവേ, നിന്റെ മോളെ രക്ഷിക്ക്. ഈ കുപ്പിയിൽ ഇനി നിറയ്ക്കാൻ കണ്ണീരില്ല. ഈ ലൂസി ആൻറ്റി ഡേസി ആൻറ്റിക്ക് വേണ്ടി കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ ദിവസങ്ങളൊക്കെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇങ്ങനെ മെസ്സേജ് വിട്ടുകൊണ്ടിരുന്നു നമ്മുടെ ശുശ്രൂഷയിലൊക്കെ, നമ്മുടെ യൂട്യൂബ് ചാനലിലും അതോടൊപ്പം തന്നെ വാട്സപ്പിൽ റേമ എന്ന വചന ശുശ്രൂഷയുണ്ട്, അത് കിട്ടുകൊണ്ടിരുന്നു. ഈ ലൂസി ആൻറ്റി പ്രിയപ്പെട്ട മക്കളെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറയാൻ കർത്താവ് പറയാ, കർത്താവേ നിനക്ക് മതിയായില്ലേ, എന്തോരം കണ്ണീരൊഴുക്കെ, നിന്റെ കുപ്പി നിറഞ്ഞാണല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഡേസി ആൻറ്റി അങ്ങോട്ട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ ലൂസി ആൻറ്റി പ്രാർത്ഥിച്ചു, ഡേസി ആൻറ്റിയും ഇങ്ങനെ പറഞ്ഞു, എൻ്റെ യേശു സുഖപ്പെടുത്തും, ഞാൻ കർത്താവിൻ്റെ അവകാശമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരാഴ്ച മുമ്പ് ദൈവമായ കർത്താവ് അതിശക്തമായിട്ട് ഇടപെട്ടു. ഒരാഴ്ചയായിട്ടില്ല. പ്രിയപ്പെട്ട മക്കളെ, അത്ഭുതകരമായിട്ട് കർത്താവ് ഈ മകളുടെ ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിച്ചു. ഓക്സിജൻ ഇല്ലാതെ കുറച്ച് അവസാനിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഡിസ്ചാർജായി വീട്ടിൽ ചെന്നു. ഡേസി ആൻറ്റി മെസ്സേജ് വിട്ടു, അച്ഛാ എൻ്റെ യേശു എന്നെ സുഖപ്പെടുത്തി, ഞാൻ കർത്താവിൻ്റെ മോളാ, കർത്താവിൻ്റെ സ്വന്തമാ, കർത്താവിൻ്റെ അവകാശമാ. അങ്ങനെ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഈ മഹാമാരി, ഇന്ന് മനുഷ്യ മക്കൾ വീണ് മരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ മഹാമാരിയിൽ നിന്ന് കർത്താവ് സുഖപ്പെടുത്തി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിനൊന്നും അസാധ്യമല്ല. ഈ സമയത്തൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം, ഞാൻ കർത്താവിൻ്റെ അവകാശമാണ്, ഞാൻ കർത്താവിൻ്റെ സ്വന്തമാണ്, ഞാൻ കർത്താവിൻ്റെതാണ്. എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ അതിശക്തമായിട്ട് ഇടപെടും. എൻ്റെ കർത്താവ് എന്നെ കൈവിടില്ല. ഞാൻ രോഗാവസ്ഥയിലാണെങ്കിലും കർത്താവ് കൈവിടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ഡേസി ആൻറ്റി പറയായിരുന്നു, മാതാവ്, അതും കൂടി പറയാം ഞാൻ, മാതാവ് എൻ്റെ അടുത്തേക്ക് വന്നു വെച്ചാ, ഈശോ എൻ്റെ അടുത്തേക്ക് വന്നു വെച്ചാ, മാലാഖമാര് വന്നു വെച്ചാ, സ്വർഗം മുഴുവൻ ഞാനിങ്ങനെ ശ്വാസം കിട്ടാതെ വലിക്കുമ്പോൾ മാതാവ് വന്നിട്ട് പറഞ്ഞു, ഞാൻ കൂടെ ഉണ്ട് മോളെ. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, ഇത് കെട്ടുകഥകളല്ല. ദൈവകരുണയിൽ ശരണപ്പെട്ട് ദൈവത്തിൻ്റെ അവകാശത്തെ അംഗീകരിച്ച് ഇന്നും ജീവിക്കുന്ന ഒത്തിരി അത്ഭുതങ്ങൾ, സാക്ഷ്യങ്ങൾ നമുക്കുണ്ട്. നമുക്കറിയാം, നമുക്ക് ഒരു രോഗം വന്നാൽ, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നമുക്കൊരു രോഗം വന്നാൽ നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ ക്യാൻസർ വന്നു അച്ഛൻ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? സത്യം പറഞ്ഞാൽ വിഷമിക്കേണ്ട കാര്യം. കാരണം ഞാൻ പറയും, ഉണ്ടാക്കിയവനാണ് വിഷമിക്കേണ്ടത്. ഇത് ഉണ്ടാക്കിയതാരാ? ഞാനാണോ? അല്ല, ഉണ്ടാക്കിയവൻ എൻ്റെ ദൈവമാണ്. ആ ദൈവത്തോട് പറയും, കർത്താവേ നിന്റെ സ്വന്തമായ ശരീരത്തിൽ ക്യാൻസർ വന്നിരിക്കുന്നു. അങ്ങനെ പറയണമെങ്കിൽ ഈ ശരീരം കർത്താവിൻ്റെതായ ആക്കി ജീവിച്ചിരിക്കണം. അങ്ങനെ ജീവിച്ച ഒരു മകന് പറയാൻ പറ്റും, കർത്താവേ നിന്റെ അവകാശത്തിൻ്റെ മേൽ ക്യാൻസർ വന്നിരിക്കുന്നു, നിന്റെ അവകാശത്തിൻ്റെ മേൽ ക്യാൻസർ വന്നിരിക്കുന്നു. കർത്താവേ നിന്റെ അവകാശത്തെ അവഗണിക്കരുതേ, നിന്റെ അവകാശത്തിൻ്റെ മേൽ കരുണ ഭക്ഷിക്കണമേ. ഇതാണ് മക്കളെ ദൈവകരുണ. ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഒരാണത്വം, ആ ഒരു കരുത്ത്, ഇന്ന് അതാണ് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഈ കരുണയുടെ വിളി, ദൈവത്തിൻ്റെ വിളി, ദൈവത്തെ സ്വന്തമാക്കാനുള്ള വിളിയാണ്, ദൈവത്തോട് ചേരാനുള്ള വിളിയാണ്, ദൈവത്തിൻ്റെ അവകാശത്തെ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തെ വിളിക്കാനുള്ള വിളിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ കരുണയിലേക്ക് തിരിയുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ കരുണ ഒരു വലിയ കടലാണ്. ഈ കരുണക്കടലിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവം തൻ്റെ അവകാശത്തെ അവഗണിക്കത്തില്ല. ദൈവം തൻ്റെ അവകാശത്തെ വിലമതിക്കും. ദൈവം തൻ്റെ ശക്തി പ്രകടമാക്കും. ദൈവം നമുക്ക് വേണ്ടത് ചെയ്തു തരും. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം മറ്റൊന്നല്ല പ്രിയപ്പെട്ട മക്കളെ, കരുണ ദൈവം തന്നെയാണ്. ഒരത്ഭുതം എന്നൊക്കെ പറയണത് ദൈവത്തിന് അസാധ്യമായിട്ട് എന്തോ ഉള്ളത്. അത്ഭുതങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ഒരു പ്രത്യേകത, ഒരു പ്രശ്നം എന്ന് പറയണത്, എല്ലാവരും തന്നെ ഇങ്ങനെ ഓടി നടക്കുക. എന്തിന്? അത്ഭുതങ്ങൾക്ക് വേണ്ടി. പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ ഗ്ലോറിയസ്, ഇതൊന്നുമല്ല എൻ്റെ പ്രിയപ്പെട്ട മക്കളെ കരുണ എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ആ ദൈവത്തെ കൂടാതെ, അതുകൊണ്ടൊക്കെ പറയാം, ഈശോയെ പറയാം, ഈശോയെ അങ്ങയെ കൂടാതെ ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഒന്ന് പറഞ്ഞു നോക്കി, അങ്ങില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അങ്ങൻ്റെ കൂടെ വേണം. അത് അംഗീകരിക്കുക, അതേറ്റ് പറയാം. ഇപ്പോഴത്തെ ഏത് പ്രശ്നമായിട്ടുള്ള പ്രിയപ്പെട്ട മക്കളെ, ഇതെല്ലാം എടുത്തു മാറ്റാൻ കർത്താവിന്
സാധിക്കും. അപ്പം അതുകൊണ്ട് അംഗീകരിക്കേണ്ട ഒരു വലിയ മേഖല കർത്താവ് നമുക്ക് തരികയാണ്. നമുക്കതിലേക്ക് തിരിയാം. നമുക്ക് ഈ സമയം ഒരു ഗാനത്തോട് ചേർന്ന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ആരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തമായതിനെ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ആരാധന. അബ്രാഹാം തൻ്റെ പ്രിയപ്പെട്ട മകനായ ഇസാക്കിനെ ബലിയർപ്പിക്കാൻ ദൈവം പറഞ്ഞപ്പോൾ അബ്രാഹാം ഒന്നും പറഞ്ഞില്ല, ദൈവം എൻ്റെ മോൻ, വാഗ്ദാനത്തിൻ്റെ പുത്രൻ, ഒന്നും പറഞ്ഞില്ല. ദൈവത്തിൻ്റെ സ്വന്തമാണ് ഈ മോൻ. അതുകൊണ്ട് അബ്രാഹാം എന്ത് ചെയ്തു? ഈ മകനെ ദൈവം പറഞ്ഞ പോലെ സമർപ്പിച്ചു. അതിന് അബ്രാഹാം പറഞ്ഞ പേരാണ്, ഞാനും വേലക്കാരോട് പറഞ്ഞില്ലേ, ഞാനും മകനും കൂടി പോയി ദൈവത്തെ ആരാധിച്ചിട്ട് തിരിച്ചു വരാം. ആരാധന തൻ്റെ ചങ്കിൻ്റെ ചങ്കായ തൻ്റെ പ്രിയപ്പെട്ടതിനെ, വിലപിടിച്ച വാഗ്ദാനത്തിൻ്റെ മകനെ ദൈവത്തിന് സമർപ്പിക്കുന്ന, ദൈവത്തിന് ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്ന പ്രവൃത്തിക്ക് അബ്രാഹാം പറഞ്ഞ പേരാണ് ആരാധന. കരുണയിലേക്കുള്ള വിളിയിൽ ഈ ഒരു ആരാധന മനോഭാവം നമുക്കുണ്ടായിരിക്കട്ടെ. ആ സ്നേഹത്തെ, ആ കരുണയെ സ്വന്തമാക്കിക്കൊണ്ട് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നമുക്കായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതേ പ്രിയപ്പെട്ട മക്കളെ, നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും കർത്താവിന് സമർപ്പിക്കുക. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അതിശക്തമായിട്ട് ഇടപെട്ടോളും. ഇസ്രായേൽ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈജിപ്തിലെ അടിമത്വത്തിൽ ഇസ്രായേൽ ജനം ആയിരിക്കണം. ആ സമയത്ത് ദൈവം തൻ്റെ മക്കളുടെ വേദന കണ്ട്, തൻ്റെ മക്കളുടെ കഷ്ടപ്പാട് കണ്ട്, തൻ്റെ മക്കളുടെ ദുരിതം കണ്ട് ആ ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണം. ആ കർത്താവിൻ്റെ വലിയ സ്നേഹം,
കർത്താവിൻ്റെ വലിയ കാരുണ്യം മോശയിലൂടെ അതിശക്തമായിട്ട് അവിടെ പ്രവർത്തിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ, ഈ അടിമത്വത്തിൽ, ഈ പ്രശ്നത്തിൽ ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്. ദൈവം കാണുന്നുണ്ട് മക്കളെ. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ ആ സ്നേഹത്തിലേക്ക് തുല്യം ചൊല്ലാൻ ആരുമില്ല കർത്താവേ. നീ അല്ലാതെ രക്ഷിക്കുവാൻ, ജീവൻ തരാൻ, മോചിപ്പിക്കുവാൻ, സൗഖ്യപ്പെടുത്തുവാൻ, ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ തരുവാൻ ആരുമില്ല. അങ്ങേക്ക് തുല്യം ചെല്ലാൻ ആരുമില്ല. ആ തീരുമാനത്തോടെ, ആ തിരിച്ചറിവോടെ ഒരിക്കൽ കൂടി നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ, അങ്ങേപ്പോലെ യേശുവേ. യേശുവേ. ഒന്ന് പറഞ്ഞ മക്കളെ യേശുവോട്, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. എന്റെ ജീവനെ, ജീവനേ, യേശുവേ, സ്വന്തമേ, ഞാൻ അങ്ങയുടെ സ്വന്തമാണ് കർത്താവേ. അങ്ങേ മാറി ചായുന്നു ഞാൻ. ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പാടിക്കേ. ജീവനേ, സ്വന്തമേ, അങ്ങേ മാറി ചായുന്നു ഞാൻ. ഒരിക്കൽ കൂടി എല്ലാം സമർപ്പിച്ചുകൊണ്ട് ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ എപ്പോഴും വസിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കാണുകയാണ്. അടിമത്തത്തിൽ നിന്ന് തൻ്റെ മക്കളെ മോചിപ്പിക്കുവാൻ വേണ്ടി ദൈവം തന്നെ കൂടെ ഇറങ്ങിച്ചെന്ന് അവരെ മോചിപ്പിച്ചു. ദൈവമായ കർത്താവ് മഹാമാരികളിലൂടെ, മോശയിലൂടെ തൻ്റെ കരം പ്രകടമാക്കിക്കൊണ്ട് ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് ദൈവം തൻ്റെ മക്കളെ മോചിപ്പിച്ചു. ചെങ്കടലിനെ രണ്ടായി പിളർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ആ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ദൈവം എപ്പോഴും തൻ്റെ സാന്നിധ്യം, തൻ്റെ ശക്തി, തൻ്റെ കാരുണ്യത്തിൻ്റെ പ്രവർത്തികൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അതെന്തിനെന്നറിയോ? ദൈവത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കാനാണ്. ഈ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, മിറക്കിൾസ് ആർ മെസിയാനിക് സൈൻസ് എന്ന് പറയാം. അത്ഭുതങ്ങൾ മിശിഹായുടെ അടയാളങ്ങളാണ് എന്ന് പറഞ്ഞാൽ, മിശിഹായെ സ്വന്തമാക്കാൻ, യേശുവിനെ സ്വന്തമാക്കാൻ വേണ്ടി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ദൈവം തന്നെ മക്കൾക്ക് ഒത്തിരി തരുന്നുണ്ട്. അത് അത്ഭുതങ്ങളിൽ മാത്രം ലയിച്ച് ജീവിക്കാനല്ല, പിന്നെയോ കർത്താവിങ്കലേക്ക് അടുക്കാൻ, കർത്താവിനെ സ്വന്തമാക്കാൻ. അതുകൊണ്ട് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം ദൈവം പറയുന്നുണ്ട്, നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചോളുവിൻ. കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ, തൻ്റെ മക്കൾക്ക് തൻ്റെ കാരുണ്യം, തൻ്റെ സ്നേഹം, തൻ്റെ ശക്തി, തൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ, തൻ്റെ കാരുണ്യം അനുഭവിച്ചറിയാൻ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ദൈവം ചെയ്യാം. അത് മറക്കരുത്. അതിനുവേണ്ടി സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ദൈവം പറയാം, ഈ ജനത്തെ അതുപോലെ കർത്താവ് നയിച്ചു. മന്ന ഭക്ഷിച്ചുകൊണ്ട് മരുഭൂമിയിൽ ഭക്ഷണം നൽകി, പാറയിൽ നിന്ന് വെള്ളം നൽകിക്കൊണ്ട് ജീവജലം നൽകി. ഈ മക്കളെ രാത്രി അഗ്നിസ്തംഭത്തിലും പകൽ മേഘസ്തംഭത്തിലും കർത്താവ് കൂടെ വസിച്ചു. ഈ ജനത്തിൻ്റെ കൂടെ വസിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൂടെയുള്ള വാസം അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ ഇന്നും ഇന്നും എന്നും മനുഷ്യ മക്കൾക്ക് കാണാനും അനുഭവിക്കാനും സാധിക്കത്തക്ക വിധം ദൈവം തൻ്റെ കാരുണ്യം ഇങ്ങനെ തുറന്നു വച്ചിരിക്കുക. എന്നാൽ അത് മറന്ന്, അത് വിസ്മരിച്ച് മനുഷ്യ മക്കൾ പോകുന്ന കാഴ്ച അതിദയനീയമായിട്ട് കർത്താവിൻ്റെ ചങ്ക് പിളർക്കുക മക്കളെ. ചിലപ്പോഴേക്ക് ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പഴയ നിയമത്തെ ദൈവം വലിയ ശിക്ഷിക്കുന്ന ദൈവമാണ്, പുതിയ നിയമത്തെ ദൈവമാണ് കാരുണ്യവാൻ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പഴയ നിയമത്തിലെ അതേ ദൈവം തന്നെയാ പുതിയ നിയമത്തിലെ ദൈവം. ദൈവത്തിന് മാറ്റമൊന്നുമില്ല.
പഴയ നിയമത്തെ ദൈവം ഒരിക്കലും ശിക്ഷിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. അതുപോലെ കാരുണ്യവാനായ കർത്താവാണ് അവിടുന്ന്. അതുപോലെ അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ തൻ്റെ മക്കളുടെ കൂടെ വസിച്ച്, തൻ്റെ മക്കളെ രക്ഷിച്ച്, തൻ്റെ മക്കളെ ചേർത്ത് പിടിച്ച്, തൻ്റെ മക്കളെ സംരക്ഷിച്ച് മുന്നോട്ട് നയിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യം. എപ്പോഴാണ് ദൈവം ശിക്ഷിക്കുന്നത്? അതുപോലെ മടുത്തിട്ടാ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇസ്രായേൽ ജനം അതുപോലെ നയിക്കുക. അതിനുശേഷം നമ്മൾ കാണുന്നു സീനായി മല. ദൈവമായ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. പ്രകടമായ അടയാളങ്ങളിലൂടെ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ജനം ഭയന്ന് പറിച്ചിട്ട് പറഞ്ഞു, മോശെ, ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട, നീ സംസാരിച്ചാൽ മതി. അപ്പോൾ ദൈവം പറഞ്ഞു, നീ കയറി വാ. സീനായി മലയിലേക്ക് ദൈവമായ കർത്താവ് മോശയെ വിളിച്ചു. മോശ 40 ദിവസം ഒന്നും ഭക്ഷിക്കാതെ ദൈവത്തിൻ്റെ കൂടെ 40 ദിവസം ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുക. അപ്പോഴും അഗ്നിയിൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് മല പുകഞ്ഞുകൊണ്ടിരിക്കുക. 40-ാം ദിവസമായപ്പോഴേക്കും ഈ ജനത്തിനാകപ്പാടെ അസ്വസ്ഥതയായി. അവർ അഹറോനെ സമീപിച്ച് പറഞ്ഞു, ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മോശയ്ക്ക് എന്ത് പറ്റിയെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾക്ക് ആ ഒരു ദൈവത്തെ വേണം. അവർ ദൈവത്തിൻ്റെ പ്രവർത്തികൾ വിട്ടു. അവർ മോശയെപ്പോലും മറന്നുപോയി. മോശയെ അന്വേഷിക്കാനോ, അതിനു മുമ്പ് 40 ദിവസം മുമ്പ് കണ്ടതാ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ സംസാരം ഈ ജനം കേട്ടതാ. ആ ജനം ദൈവത്തെ മറന്നു മക്കളെ. ദൈവത്തെ മറന്നു, മോശനെ മറന്നു. അഹറോൻ പുരോഹിതൻ. ഈ അഹറോനൊരു പ്രശ്നമുണ്ട്. അഹറോന് മോശേനെ അറിയാം, പക്ഷേ അവൻ ദൈവത്തെ അനുഭവിച്ചിട്ടില്ല. അവൻ പുരോഹിതനാ, പക്ഷെ അവന് ദൈവത്തെ അറിയത്തില്ല. ഒരു വലിയൊരു ശാപത്. അവൻ പുരോഹിതനാ. അവൻ്റെ പ്രത്യേക അവൻ ചെയ്ത പ്രവൃത്തി ആ ജനങ്ങളോട് പറഞ്ഞു. ആ ജനത്തെ ദൈവത്തെങ്കിലേക്ക് ചേർത്ത് പിടിക്കേണ്ട പുരോഹിതൻ. മോശ പോയത് എന്തിനെന്ന് മോശ കൃത്യം പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ശക്തി അനുഭവിച്ച ജനവും ആ പുരോഹിതനും ആ അവസ്ഥയിൽ ചെയ്യേണ്ട കാര്യം കാത്തിരിക്കണം, അല്ലെങ്കിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം, ദൈവമേ. പക്ഷെ അതിനൊന്നും മുതിരാതെ ഈ പുരോഹിതൻ ചെയ്ത പ്രവൃത്തി എന്താ മക്കളെ? നമുക്കറിയാം. അവൻ സ്വർണ്ണമൊക്കെ കൂട്ടി ഒരു കാളക്കുട്ടി ഉണ്ടാക്കി. ആ കാളക്കുട്ടിയെ ആരാധിക്കാൻ വേണ്ടി ഈ ജനത്തിന് കൊടുത്തു. ഈ ജനം ദൈവത്തെ മറന്ന് ഞങ്ങളെ രക്ഷിച്ച ദൈവമാണ് ഈ കാളക്കുട്ടി എന്ന് പറഞ്ഞ് അവർ അതിൻ്റെ മുമ്പിൽ ആഘോഷവും ഉത്സവവും ഒച്ചപ്പാടും ബഹളവും കേട്ടപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ ജനം. ദൈവം പറയുക, എൻ്റെ ജനം, നിന്റെ ജനം, നീ കൊണ്ടും ജനം മോശയുടെ ജനം. ദൈവത്തിന് അതുപോലെ ഒന്ന് ഓർത്തുകിട പ്രിയപ്പെട്ട മക്കളെ. ദൈവത്തിൻ്റെ സങ്കടം, ദൈവത്തിൻ്റെ വേദന, ദൈവത്തിൻ്റെ കണ്ണീര്. ദൈവം പറഞ്ഞു, ഞാൻ വിട്ട്, ഞാൻ കൂടെ വരുത്തില്ല. ഈ ഒരു അവസ്ഥയിലാണ് ദൈവം പലപ്പോഴും ഈ ജനത്തെ ശിക്ഷിക്കാല്ല. ദൈവം പറയും, ഞാൻ കൂടെ വന്നില്ല. എപ്പോഴും കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം ഇങ്ങനെയൊക്കെ ചെയ്ത എങ്ങനെ പിന്നെ കൂടെ വസിക്കും? അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട മകൾ നമ്മൾ കാണുന്നുണ്ട്. ഈ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പുറപ്പാട് പുസ്തകത്തിൽ 32-ാം അധ്യായത്തിലാണ് ഈ സ്വർണ്ണ കാളക്കുടി. നമുക്കറിയാം. 33-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് സമാഗമ കൂടാരത്തെക്കുറിച്ച്. സമാഗമ കൂടാരം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദിവ്യകാരുണ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾ സ്വന്തമാക്കേണ്ട ഒരു ഇടമാണ് സമാഗമ കൂടാരം. എന്താണ് സമാഗമിക്കുന്ന ഒരു കൂടാരം? എന്താണത്? അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, പാളയമടിക്കുമ്പോൾ മോശ ചെയ്തൊരു പ്രവൃത്തിയുണ്ട്. അല്പം ദൂരേക്ക് മാറിയിട്ട് അവൻ ഒരു കൂടാരം പണിയും. അതിനെ അവൻ സമാഗമ കൂടാരം എന്ന് വിളിച്ചു. ദൈവത്തിൻ്റെ ഹിതം ആരായാൻ ആഗ്രഹിച്ചപ്പോഴൊക്കെ അവൻ ആ കൂടാരത്തിലേക്ക് പോകും. ആ സമയം ദൈവം മേഘസ്തംഭത്തിൽ ഇറങ്ങി വരും. അവനോട് ദൈവം സംസാരിക്കും. ഈ സമാഗമ കൂടാരത്തിൽ പോയിരുന്നിട്ട് ഈ മോശ പ്രാർത്ഥിക്കുക, ദൈവമേ, നീ കൂടെ വരണം. ഈ ജനം നിന്റെ ജനമാ, ഈ ജനം നിന്റെ മക്കളാ, നീയെ മോചിപ്പിച്ച്. അങ്ങനെ അവകാശത്തെ അംഗീകരിച്ചുകൊണ്ട് ഈ അഭിഷിക്തൻ, ഈ നേതൃത്വം കൊടുക്കുന്ന ഈ മോശ, ഈ പ്രവാചകൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ വായിക്കുന്നുണ്ട്, സ്നേഹിതനോടെന്ന പോലെ കർത്താവ് അവനോട് സംസാരിച്ചു. പ്രിയപ്പെട്ട മക്കളെ, സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് സംസാരിച്ചു. ഇതാണ് നമ്മുടെ ദൈവം. എന്നിട്ട് പറഞ്ഞു, മോശേ, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കൂടെ വരും. എന്നീ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട മക്കളെ,
ഈ അവസ്ഥയിൽ സമാഗമ കൂടാരത്തിൽ ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ വിളിച്ച് ഈ ലോകത്തിൻ്റെ മേല്, ഈ ജനത്തിൻ്റെ മേല്, ഈ മഹാമാരിയുടെ മേല്, ഈ തകർച്ചയുടെ മേല് ഇടപെടുത്തിപ്പിക്കുന്ന ശക്തമായ സാന്നിധ്യങ്ങൾ, മധ്യസ്ഥങ്ങൾ സംഭവിക്കണം. ഇതാണ് ദൈവകരുണയിലേക്ക് കൊണ്ടുവരുന്ന, ജനത്തെ കൊണ്ടുവരുന്ന മോശയുടെ ശക്തമായ പ്രാർത്ഥന. അവസാനം ദൈവം പറയാം, മോശേ, നീ പറയുന്ന ഈ കാര്യവും ഞാൻ ചെയ്യും. ഞാൻ നിന്റെ കൂടെ വരും, ഞാൻ നിങ്ങളുടെ കൂടെ വരും, ഞാൻ കൂടെ വരും. അപ്പോൾ ദൈവമായ കർത്താവിന് മോശ പറയാ, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ വരുമെങ്കിൽ ഞങ്ങൾ മറ്റു ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും, നമ്മൾ വ്യത്യസ്തരായിരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ മോശയുടെ പ്രാർത്ഥനയിലൂടെ ദൈവം ഇടപെട്ടു. ഈ ഒരു വ്യക്തിബന്ധം, ഇതാണ് ദൈവകരുണ. മോശ സ്വന്തമാക്കിയ ദൈവ സാന്നിധ്യം, മോശ അനുഭവിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ ഇടപെടൽ, ഇതാണ് ദൈവത്തിൻ്റെ കാരുണ്യം. പ്രിയപ്പെട്ടവരെ, ഈ കരുണയിലേക്ക് തിരിയാനാണ് ദൈവം പറഞ്ഞത്. അങ്ങനെ ഈ ജനത്തെ, അവിടെ വേറൊരു സംഭവം കൂടി എന്നെ ഒത്തിരി സ്വാധീനിച്ചാണ് ജോഷുവ. മോശ പ്രാർത്ഥന കഴിഞ്ഞ് പോവും, പക്ഷെ ജോഷുവ കൂടാരം വിട്ട് പോയില്ല. ജോഷുവ ദൈവാലയത്തിൽ ദൈവത്തോട് ചേർന്ന് ദൈവകരുണയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, അതുകൊണ്ടാണ് ഈ ജോഷുവയെ ദൈവം തിരഞ്ഞെടുത്തത്. ദൈവത്തിൻ്റെ കരുണയിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന മക്കളെ ദൈവം അഭിഷേകം ചെയ്ത് ശക്തിപ്പെടുത്തി ഉയർത്തും. ജോഷുവയെ ദൈവം ശക്തിപ്പെടുത്തി ഉയർത്തി. പിന്നീട് ചരിത്രം കാനാൻ ദേശത്തെ കീഴടക്കി ആ ജനത്തിന് അത് വിഭജിച്ചു കൊടുക്കുന്ന ശക്തനായ നേതാവാക്കി, അഭിഷിക്തനാക്കി, കരുത്തനാക്കി ജോഷുവയെ കർത്താവ് മാറ്റി. ഇതാണ് മക്കളെ ദൈവത്തിൻ്റെ കാരുണ്യം. ഇന്നീ കാലഘട്ടത്തിൽ ഈ ദൈവത്തിൻ്റെ കരുണ, അസ്തമിക്കാത്ത കരുണ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ലോകത്തിലും നിറച്ചു നൽകുവാൻ ദൈവം അതിശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ട മക്കളെ. അതുകൊണ്ട് ഈ ഒരു തലത്തിലുള്ള ഒരു വലിയൊരു മാനസാന്തരത്തിലേക്ക്, ഒരു തിരിച്ചുവരവിലേക്ക് ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ മുഴുവനും, അഹറോൻ, നമ്മൾ ഒരു കാര്യം ഓർക്കണം, അഹറോൻ പുരോഹിതനാ. അവൻ ചെയ്ത പ്രവൃത്തി എന്ന് ഒത്തിരി പരിശോധിക്കേണ്ട മേഖലകളുണ്ട്. പ്രിയപ്പെട്ടവരെ, പുരോഹിതന്റെ പേരിൽ, അവൻ ചെയ്ത പ്രവൃത്തിയുടെ പേരിൽ 3000 പേര് കൊല്ലപ്പെട്ടു. അപ്പോഴും പുരോഹിതൻ ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുക. അത് മറ്റൊരു തലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മേഖലകളിലൊക്കെ വലിയ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ കാനാൻ ദേശത്ത് ആ ജനം എത്തിച്ചേർന്നു. പിന്നീട് ന്യായാധിപന്മാരുടെ കാലഘട്ടം. അവിടെയൊക്കെ നമ്മൾ ഈ ദൈവത്തിൻ്റെ ദൈവം എപ്പോഴും തൻ്റെ മക്കളുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കണം. അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മൾ കാണുന്നുണ്ട്, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ആമുഖത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയി അവിശ്വസ്തത കാണിച്ചപ്പോഴൊക്കെ ശത്രു അവർക്കെതിരെ പ്രബലപ്പെട്ടു. ഒരു കാര്യം നമ്മൾ ഓർത്തോ പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തെ ശത്രുക്കൾക്ക് എപ്പോഴാണ് തോൽപ്പിക്കാൻ കഴിഞ്ഞത്? ചിന്തിച്ചേ, എപ്പോഴാണ് ഇസ്രായേൽ ജനത്തെ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ ശത്രു സൈന്യമാകാം, നശിപ്പിക്കുന്ന മഹാമാരിയാകാം, തകർച്ചകളായിരിക്കാം, രോഗം, എന്തുമാകട്ടെ, എപ്പോഴാണ് തകർക്കാൻ പറ്റിയത്? നമുക്കറിയാം, ഇസ്രായേൽ ജനം എപ്പോഴൊക്കെ ദൈവത്തെ മറന്നോ, ദൈവകൽപ്പനകളെ ലംഘിച്ചോ, അന്യദൈവങ്ങളുടെ പിന്നാലെ പോയോ, വിഗ്രഹങ്ങളെ ആരാധിച്ചോ, വ്യഭിചാരത്തിന്റെ പിന്നാലെ പോയോ, മ്ലേച്ഛതയുടെ പിന്നാലെ പോയോ, അപ്പോഴല്ലാത്ത ഒരു സമയത്തും ഇസ്രായേൽ ജനത്തെ തോൽപ്പിക്കാൻ ഒരുത്തനും പറ്റിയിട്ടില്ല, ഒരു രോഗത്തിനും പറ്റിയിട്ടില്ല, ഒരു മഹാമാരിക്കും പറ്റിയിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കാലഘട്ടത്തിൽ കൂട്ടി ചിന്തിക്കേണ്ട, ധ്യാനിക്കേണ്ട ഒരു വിഷയം കൂടിയാണത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാ ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ അവിശ്വസ്ത കാണിച്ചപ്പോൾ ശത്രു പ്രബലപ്പെട്ടു. നമ്മൾ വായിക്കുന്നുണ്ട്, ആ സമയത്തൊക്കെ ഇസ്രായേൽ ജനം ദൈവത്തെ വിളിച്ച് നിലവിളിച്ചു. അപ്പോൾ ഒരുവനെ, ന്യായാധിപന്മാരെ, ആരെങ്കിലും ഒരാളെ ദൈവം ഈ ജനത്തിനു വേണ്ടി അഭിഷേകം ചെയ്തു, ശക്തിപ്പെടുത്തി ആ ജനത്തെ ശത്രുവിൽ നിന്ന് മോചിപ്പിച്ചു. ഒരു കാര്യം ഓർത്ത മക്കളെ, എത്ര പാപം ചെയ്താലും, എത്ര തിന്മ ചെയ്താലും, എത്ര മ്ലേച്ഛത പ്രവർത്തിച്ചാലും നിലവിളിച്ചിട്ട് കർത്താവേ ഞാൻ പാപിയാണ്, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമെന്ന് നിലവിളിച്ചാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം ഇടപെടും. ആ സമയത്ത് ദൈവം ഇടപെട്ടു. അപ്പൊ എങ്ങനെ പറയാൻ പറ്റും പഴയ നിയമത്തെ ദൈവം ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ ക്രൂരനായ ശിക്ഷിക്കുന്ന ദൈവമാണെന്ന്? ആ ജനം നിലവിളിച്ചു, ദൈവം ഇടപെട്ടു. അത് കഴിഞ്ഞപ്പോൾ ഈ ജനം രാജാവിന് വേണ്ടി നിലവിളിക്കും. ദൈവത്തിന് സഹിക്കാൻ പറ്റണില്ല. ദൈവം കൂടെ നടന്നിട്ട്, ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ട മക്കളെ, അതെന്നും ഇത് സെയിമാ. ദൈവം കൂടെ നടന്നിട്ടും ദൈവത്തെ മനസ്സിലാക്കാത്ത ജനം.
ദൈവം കൂടെ നടന്നു, ദൈവം ശക്തി പ്രകടമാക്കി, ദൈവം നയിക്കുന്നു, ദൈവം നിയന്ത്രിക്കുന്നു. ആ ദൈവത്തോട് ചേർന്ന് ആ കരുണയിൽ, ആ കരുണ കടലിൽ, ആ കരുണാ സാഗരത്തിൽ ചേർന്ന് ജീവിച്ചാൽ ഒരു രോഗമോ ഒരു തകർച്ചയോ ഒരു തടസ്സമോ ഒരു മഹാമാരിയോ ഒരു മക്കളെയും തടസ്സപ്പെടുത്തില്ല. എന്നാൽ ജനം ദൈവത്തെ വിടുക. മനുഷ്യന്റെ പൊതുവായ ഒരു സ്വഭാവമാണ് ദൈവത്തെ വിടുക, ദൈവം വേണ്ട. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ വീണ്ടും പറയാണ്, ദൈവത്തെ കൂടാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞാനും നീയും ഈ ലോകവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ലോകത്തിന് നിലനിൽക്കണോ, നിനക്ക് ജീവിക്കണോ, നിന്റെ കുടുംബം വളരണോ, എൻ്റെ പൗരോഹിത്യം വളരണോ, ലോകം രക്ഷപ്പെടണോ, അതാ ഈശോ പറഞ്ഞ മനുഷ്യവർഗം എൻ്റെ ഈ കരുണയിലേക്ക് തിരിയാത്തിടത്തോളം കാലം ഒരിക്കലും 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 രക്ഷപ്പെടില്ല. തലകുത്തി മറിഞ്ഞോ, എന്തൊക്കെ ചെയ്തോ, ഇന്ന് നമുക്കറിയാം മരുന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാതെ കടന്ന് ഉടലുകയാണ്. വമ്പന്മാരും എല്ലാവരുമായ ടീമുകൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കണം. അപ്പോൾ ഇവിടെ രാജാവിനോട് ചോദിക്കുക, ദൈവത്തിന് സങ്കടം വന്നു, എൻ്റെ ജനം എന്നെ അറിയണില്ലല്ലോ. സാമുവേൽ പറഞ്ഞു, നിങ്ങൾ ചോദിക്കല്ലേ, ദൈവം നിങ്ങളെ നയിക്കും. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, സാമുവേൽ നീ അവർക്ക് രാജാവിനെ കൊടുക്ക്, രാജാവിനെ അഭിഷേകം ചെയ്ത് കൊടുക്ക്. എന്നാൽ അവർ നിന്നെയല്ല എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത്. കണ്ണീരോടെ ദൈവം പറയാ, നിന്നെയല്ല ആ ജനം എന്നെ തിരസ്കരിച്ചു. ഞാൻ രാജാവായി വാഴും, ഞാൻ ജീവിക്കും, ഞാൻ ഇവരുടെ ഇടയിൽ ജീവിക്കും, ഞാൻ നയിക്കും. എന്നാൽ അവർക്ക് രാജാവിനെ വേണം. ആ വാശിയിൽ ദൈവം ചില കാര്യങ്ങൾ അങ്ങനെയാണ്. വാശി പിടിച്ചൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അത് തരും. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് കൊടുത്തേ. നമുക്കറിയാൻ പറയപ്പെട്ട ദൈവമക്കളെ, അതിനുശേഷം സാവൂൾ അഭിഷേകം ചെയ്തു. സാവൂളിൻ്റെ വീഴ്ച, ദാവീദിനെ കർത്താവ് അഭിഷേകം ചെയ്തു, ദാവീദിനെ ശക്തിപ്പെടുത്തി. ദാവീദ് പിന്നെ ദൈവത്തിൻ്റെ കരുണയിൽ അങ്ങ് ലയിച്ച് ജീവിച്ച ഒരു മനുഷ്യനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദാവീദിനെ 2 സാമുവേൽ 7-ാം അധ്യായത്തിൽ ദൈവമായ കർത്താവ് ദാവീദിനെ നാഥാൻ പ്രവാചകനിലൂടെ ഒത്തിരി വാഗ്ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. നിന്റെ കുടുംബം നിലനിൽക്കും, നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ രാജ്യത്തെ ഞാൻ ഉറപ്പിക്കും. അങ്ങനെ ഒത്തിരി വാഗ്ദാനങ്ങൾ കൊടുക്കുക. ആ സമയത്ത് ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. 2 സാമുവേൽ 7-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വചനം. അവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, അടിയൻ്റെ കുടുംബം, ശ്രദ്ധിക്കണോട്ടത്, അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കണമേ. ഒത്തിരി വാഗ്ദാനങ്ങളാണ്. അപ്പോൾ പറഞ്ഞേ, അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കാൻ അനുഗ്രഹിക്കണം. വേറെ ഒന്നും വേണ്ട അനുഗ്രഹമായിട്ട്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. വീണ്ടും പറയണം, ദൈവമായ കർത്താവെ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഈ വാഗ്ദാനങ്ങളൊക്കെ അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹിക്കപ്പെടും. അങ്ങയുടെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹിക്കപ്പെടും. എന്താണ് അനുഗ്രഹം? കർത്താവെ അങ്ങയുടെ മുമ്പിൽ നിന്ന് അടിയൻ്റെ കുടുംബം ഒരിക്കലും മാറിപ്പോകാതിരിക്കാൻ അനുഗ്രഹിക്കണം. ആ അനുഗ്രഹം കിട്ടിയാൽ അങ്ങയുടെ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹിക്കപ്പെടും. എന്തൊരു ജ്ഞാന മക്കളെ അത്! നമുക്ക് വേണ്ട അനുഗ്രഹം ഇതാണ് മക്കളെ. കുത്തി തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് കരുണയുടെ കടൽ അതിശക്തമായിട്ട് ഒഴുക്കിക്കൊണ്ട് തൻ്റെ മക്കളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി നിലവിളിക്കുന്ന ദൈവത്തിൻ്റെ ആ കരുണ സ്വന്തമാക്കിക്കൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാൻ പറ്റണം. കർത്താവെ, അങ്ങയുടെ കുടുംബം അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഒരിക്കലും അങ്ങയുടെ മുമ്പിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അനുഗ്രഹിക്കണം. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് മതി, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദാവീദ് ഈ കരുണ അനുഭവിച്ചു. ദാവീദ് ഈ കരുണയിൽ എല്ലാം സമർപ്പിച്ചു. 136-ാം സങ്കീർത്തനത്തിൽ കർത്താവിൻ്റെ നിന്ന് വായിക്കണം, നിങ്ങൾ സമയം കിട്ടുമ്പോൾ 136-ാം സങ്കീർത്തനം. കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. സൃഷ്ടികർമ്മത്തിൽ, രക്ഷാകര പ്രവൃത്തിയിൽ, കർത്താവിൻ്റെ നയിക്കലിൽ, എല്ലാ വിജയത്തിലും കർത്താവിൻ്റെ കാരുണ്യത്തെ അംഗീകരിച്ചുകൊണ്ട് ദാവീദ് സ്തോത്രഗീതം ആലപിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്, കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണെന്ന് പലവട്ടം ആവർത്തിച്ചേറ്റു പറഞ്ഞുകൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രഗീതം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ദാവീദിൻ്റെ ജീവിതത്തിലും വീഴ്ചകൾ സംഭവിച്ചു. അതാ മറ്റൊരു തലം. ഞാൻ പറയാണ്, ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോഴും ഒരു കാര്യം ഓർക്കണം മക്കളെ, നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ സാത്താൻ അതുപോലെ ശ്രമിക്കുന്നുണ്ട്. അത് നമ്മൾ അറിയണം. ഇന്ന് സഭ ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിച്ചാൽ, പൗരോഹിത്യം അല്ലെങ്കിൽ സന്യാസ ജീവിതം,
കുടുംബജീവിതം ദൈവത്തോട് ചേർന്ന് ജീവിച്ചാൽ അത് ഭയങ്കര കരുത്ത. ആ അനുഗ്രഹം കിട്ടിയാൽ ഏത് ശത്രുവിനെ പരാജയപ്പെടുത്തും, ലോകത്തെ നമ്മൾ കീഴടക്കും, തിന്മയുടെ സ്വാധീനങ്ങൾ തകർത്തെറിയും. അതുകൊണ്ട് ഈ സാത്താൻ നമ്മെ ഏറ്റവും കൂടുതൽ അവൻ ശ്രമിക്കുന്നത് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റാനും നമ്മെ മാറ്റാനുമാണ്. പാവപ്പെട്ട ദാവീദ് നമുക്കറിയാം, ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവൻ. അവന് പറ്റിയ 2 തെറ്റുകൾ നമുക്കറിയാം. ഒന്ന് ദിനവൃത്താന്തത്തിൽ 21-ാം അധ്യായത്തിൽ ജനസംഖ്യ എടുക്കുന്ന ദാവീദിനെ കാണുന്നുണ്ട്. അവിടെ നമ്മൾ അതിനെ വായിക്കുന്നുണ്ട്. ഇങ്ങനെ വായിക്കുന്നത്, സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന് ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. പ്രിയപ്പെട്ട മക്കളെ, സാത്താൻ പ്രേരിപ്പിച്ചു. വീണ്ടും നമ്മൾ ഇത് തന്നെ വേറെ സ്ഥലത്ത് വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 2-ാമത്തെ വചനം, അത്താഴ സമയത്ത് ശെമിയോന്റെ പുത്രനായ യൂദാസിന്റെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ സാത്താൻ തോന്നിപ്പിച്ചു. ഈ സാത്താനൊരു പണിയുണ്ട്, യേശുവിനെ ഒറ്റിക്കൊടുക്കുക, യേശുവിൽ ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തി ചെയ്യിപ്പിക്കുക. ഈ ഒരു അവസ്ഥയിൽ സാത്താൻ പ്രേരിപ്പിച്ചു. ഒത്തിരി പ്രേരണകൾ സാത്താൻ തരും മക്കളെ. നമ്മൾ നാളെ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ചിന്തിക്കും, കൂടുതൽ ധ്യാനിക്കും, ആ മേഖലകളിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഈ സാത്താൻ പ്രേരിപ്പിച്ചു. ജനസംഖ്യ എടുക്കാനുമായിട്ട് ദാവീദ് യോവാബിനോടും കൂട്ടരോടും പറയാം. അപ്പൊ യോവാബ് പറയുന്നുണ്ട്, രാജാവേ, അങ്ങ് എന്തിനാ ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ചെയ്യുന്നത്? അങ്ങയ്ക്ക് ദൈവം രാജ്യം തന്നു, സൈന്യബലം തന്നു, രാജ്യ വിജയം തന്നു, സംരക്ഷണം നൽകി, രാജ്യവിസ്തൃതി നൽകി. എന്തിനാ ദൈവത്തിന്റെ സന്നദ്ധിയിൽ? ഇതൊരു അഹങ്കാര പ്രവൃത്തിയാണ്. സൈന്യബലം, ആൾബലം, എൻ്റെ രാജ്യത്തിന്റെ ശക്തി, അത് ദൈവത്തിന് ഇഷ്ടമല്ല മക്കളെ. ഇന്ന് ലോകത്തിനെ പറ്റിയൊരു തെറ്റെന്ന് പറഞ്ഞാൽ എൻ്റെ കഴിവ്, അഹങ്കാരം, സമ്പത്ത്, എന്തെല്ലാം കാണിച്ചു കൂട്ടണ മനുഷ്യൻ ദൈവത്തോട് ആലോചന ചോദിക്കാതെ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഒന്ന് ചിന്തിക്കായിരുന്നു, എന്തുമാത്രം സമ്പത്ത ലോകത്തിലുള്ള കോടികളുടെ കണക്കാ പറയണത്. ഈ സമ്പത്തും ഈ സൗകര്യങ്ങളും ഈ സാധന സാമഗ്രികളും എല്ലാ സൗകര്യങ്ങളും കർത്താവ് തൻ്റെ മക്കൾക്ക് നിറച്ച് നൽകിയിട്ടുണ്ട്. എന്തിനാ? തൻ്റെ മക്കൾ സുഖമായിട്ട് ജീവിക്കാൻ. എന്നാൽ ഇന്ന് ആയുധങ്ങളും ഒത്തിരിയേറെ മെച്ചമായ കാര്യങ്ങളും, ലോകം ഒത്തിരിയേറെ ആയുധം, അണുബോംബ്, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി, ആയുധ ശേഖരത്തിന് വേണ്ടി കോടികൾ മുടക്കി പാവപ്പെട്ട മക്കൾക്ക് ലഭിക്കേണ്ട ഭക്ഷണം അവർക്ക് ലഭിക്കാതെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ അനേക കാര്യങ്ങൾ ജീവിക്കുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, മനുഷ്യന്റെ അഹങ്കാരം ഈ ഒരു അവസ്ഥ, അത് ദൈവത്തിന് ഇഷ്ടമല്ല. അത് യോവാബിനറിയാം. യോവാബ് പറഞ്ഞു, രാജാവേ, ചെയ്യല്ലേ, ദൈവത്തിന് ഇഷ്ടപ്പെടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തോട് ആലോചന ചോദിക്കാതെ, ദൈവത്തിൻ്റെ ഹിതം ആരായാതെ ദാവീദ് നിർബന്ധിച്ചു. യോവാബ് ജനസംഖ്യ എടുത്തു. അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഇന്ന് പല മേഖലകളിലും പല സംഭവങ്ങളിലും ദൈവത്തിൻ്റെ ചില പ്രവൃത്തികളുടെ പിന്നിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, ഈ പ്രവൃത്തികൾ നമ്മുടെയും സമൂഹത്തിലും കാലഘട്ടത്തിലൊക്കെ സംഭവിക്കുന്നുണ്ട്. ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ദൈവം ദാവീദിനോട് പറഞ്ഞു, 3 ശിക്ഷകൾ നിനക്ക് തരും. നിനക്ക് 3 ഒന്നെടുക്കാം. ഒന്ന്, 3 വർഷത്തെ കഠിനമായ ക്ഷാമം. 3 വർഷത്തെ കഠിനമായ ക്ഷാമം. ഇനി 2, 3 മാസത്തെ ശത്രുവിൻ്റെ നിരന്തരമായ ആക്രമണവും നിന്റെ പലായനവും. ഇനി അതുമല്ലെങ്കിൽ 3 ദിവസം കർത്താവിൻ്റെ ദൂതൻ സംഹാരമാകുന്ന ഖഡ്ഗം കൊണ്ട് സംഹരിക്കുന്ന മഹാമാരിയാകുന്ന ഖഡ്ഗം. അതാണ് പറഞ്ഞത്, മഹാമാരിയാകുന്ന ഖഡ്ഗം കൊണ്ട് നടത്തുന്ന സംഹാരം. പ്രിയപ്പെട്ടവരെ, ദാവീദ് നോക്കിയപ്പോൾ 3 വർഷത്തെ കഠിന ക്ഷാമം വേണ്ട, 3 മാസത്തെ ശത്രുവിൻ്റെ നിരന്തരമായ ആക്രമണം, പലായനം, അതും വേണ്ട. അവസാനം ദാവീദ് 3 ദിവസമല്ലേ ഉള്ളൂ, മഹാമാരി ആയിക്കോട്ടെ, അങ്ങനെ സമ്മതിച്ചു. നമ്മൾ കാണുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ദൈവത്തിൻ്റെ ദൂതൻ ഇടപെട്ടു. 70,000-ഓളം പേര് മരിച്ചു വീണു. മഹാമാരി, 70,000-ഓളം പേര് മരിച്ചു വീണു. ആ സമയത്ത് ദാവീദ് ദൈവകരുണയ്ക്ക് വേണ്ടി, ദൈവമേ, ഞാനല്ല, അപ്പോഴും ദാവീദൊന്നും പറ്റിയിട്ടില്ല, അത് വേറൊരു മേഖല. പ്രിയപ്പെട്ടവരെ, അവിടെ ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവേ, കരുണയായിരിക്കണമേ, ഞാനല്ലേ പാപം ചെയ്ത്, എന്നെയും എൻ്റെ പിതൃഭവനത്തെ ശിക്ഷിക്കി. ആ സമയത്ത് ദാവീദ് ബലി അർപ്പിച്ച് ദൈവകരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവമായ കർത്താവ് തൻ്റെ കോപം ശമിപ്പിച്ച് കർത്താവ് ഈ മഹാമാരിയെ പിൻവലിച്ചു, ആ ജനത്തെ മോചിപ്പിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന് മുമ്പിൽ അഹങ്കരിക്കുന്ന പ്രവൃത്തി, ദൈവത്തെ വെല്ലുവിളിക്കുന്ന പ്രവൃത്തി,
ദൈവം ദാനമായി തന്നതിനെ അംഗീകരിക്കാതെ എൻ്റെ എന്ന് കരുതിയ പ്രവൃത്തി, ഇതൊക്കെ നമ്മെ നശിപ്പിക്കും. എന്നാൽ അവിടെയും ദൈവ കരുണയിലേക്ക് നമ്മൾ തിരിഞ്ഞു പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ദൈവം ആഗ്രഹിക്കുന്ന കാരുണ്യം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. അത് നമ്മൾ അറിഞ്ഞ് അംഗീകരിച്ച് ദൈവത്തിലേക്ക് നമ്മൾ അടുക്കുക. ദൈവത്തിൻ്റെ അവകാശത്തെ ഈ കാലഘട്ടത്തിൽ അംഗീകരിക്കുക. എന്ന് ദൈവമാണ് എൻ്റെ സർവസ്വവും എന്ന് ഏറ്റുപറയുക. വീണ്ടും ഞാൻ പറയാം, ഈ ദൈവം ഒരിക്കലും ശിക്ഷിക്കുന്ന ദൈവമല്ല. നമുക്ക് അറിയാം, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 33-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം ദൈവം ഒരു കാര്യം പറയാണ്. ദൈവം പറഞ്ഞ കേട്ടോ, ഞാനാണ് ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. ദൈവത്തിന് സന്തോഷം പറയാ, ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എൻ്റെ സന്തോഷം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളാരും വിചാരിക്കണ്ട അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഡയറിയിൽ ഫൗസ്റ്റീനായുടെ ഡയറിയിൽ ഈശോ പറയുന്നുണ്ട്. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനായോട് പറഞ്ഞു 1397 ഇങ്ങനെ പറയാണ്, ഓരോ ആത്മാവിൻ്റെയും നഷ്ടത്താൽ ഞാൻ മരണതുല്യമായ ദുഃഖം അനുഭവിക്കുന്നു. ഈശോ പറയാ, ഓരോ ആത്മാവിൻ്റെയും നഷ്ടം ഈശോയ്ക്ക് മരണതുല്യമായ ദുഃഖം അനുഭവിക്കുന്നു. പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നീ എന്നെ ആശ്വസിപ്പിക്കുന്നു. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ് പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് മരണതുല്യമായ വേദനയാണ് ഒരു പാപിയുടെ, ഒരു മകൻ്റെ നഷ്ടം, അവൻ്റെ നാശം. കാരണം എന്താ? ദൈവത്തിൻ്റെ മോനാ ഞാൻ, ദൈവത്തിൻ്റെ മോളാ നീ, ദൈവത്തിൻ്റെ മോനാ നീ നശിക്കാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പറയാ, നീ ദുഷ്ടനാണോ, നീ പാപിയാണോ, നീ മ്ലേച്ഛതയിലാണോ? എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളാരും നശിക്കും. ലോകത്തിൽ എത്ര പാപിയാണേലും, എത്ര നശിച്ചുപോയ മക്കളാണേലും, എത്ര ദൈവത്തിന് അകതുപോയ മക്കളാണേലും ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം പറയാണ്, ഞാനാണ് ആ പറച്ചിലേടതി, ഞാനാണേ ദൈവം, ഞാനാണേ ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എൻ്റെ സന്തോഷം. വീണ്ടും എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനത്തിൽ പറയാ, ദൈവമായ കർത്താവ് ചോദിക്കുന്നു, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് സന്തോഷമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അനേകം പേര് മരിച്ചു വീഴുന്നു. ഇതിലൊന്നും ദൈവം സന്തോഷിക്കണമെന്നില്ല. ദൈവം ഇന്ന് ചങ്കുപൊട്ടി കരയായിരിക്കും. ആ കാരുണ്യം ഇങ്ങനെ നിറഞ്ഞൊഴുകാണ് മക്കളെ. ഇന്ന് ലോകം മുഴുവൻ്റെ ഒരു കാര്യം ഓർത്തോ, ഈ വേദനയിൽ, ഈ കഷ്ടപ്പാടിൽ, ഈ തകർച്ചയിൽ ദൈവത്തിൻ്റെ കരുണ അതുപോലെ നിറഞ്ഞ് ഒഴുകുന്നുണ്ട് മക്കളെ. ഈ കരുണയിലേക്കൊന്ന് തിരിഞ്ഞ് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. ദൈവം പറയാണ്, ദൈവമായ കർത്താവ് ചോദിക്കുന്നു, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് സന്തോഷമുണ്ടോ? അവൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയുകയും ജീവിക്കുകയും ചെയ്യണമെന്നല്ലേ എൻ്റെ ആഗ്രഹം. പാപിയുടെ നാശത്തിൽ ദുഃഖിക്കുന്ന ദൈവമാണ് അവിടുന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കരുണയിലേക്ക് നമ്മൾ കടന്നു വരണം. ഈ ലോകത്തിൻ്റെ അവസ്ഥ, ദൈവത്തെ വിട്ട് മനുഷ്യൻ്റെ അവസ്ഥ, അത് ലോകത്തിൻ്റെ ഇല്ല, മനുഷ്യൻ്റെ എന്നുമുള്ള ഒരവസ്ഥയാണ് ദൈവത്തെ വിട്ട് ജീവിക്കുക. ദൈവത്തെ വേണ്ടെന്ന് പറയുക, നിരീശ്വരവാദം, യുക്തിവാദം, ദൈവം വേണ്ട, കൂദാശ വേണ്ട, അല്ലെങ്കിൽ ബലി വേണ്ട, ഇങ്ങനെയുള്ള പ്രാർത്ഥന വേണ്ട, ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥ. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു സത്യം വീണ്ടും അച്ഛൻ പറയുക, ദൈവത്തെ കൂടാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ദൈവം നമ്മയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ കരുണയിലേക്ക് നമ്മൾ തിരിഞ്ഞേ പറ്റൂ. ഇനി പുതിയ നിയമത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. പുതിയ നിയമത്തിൽ ഈശോ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രതിരൂപമായിട്ട് കടന്നു വരികയാണ്. നമ്മൾ കണ്ടു, നമ്മൾ ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. ഈശോയെ എന്തിനാ തന്നെ? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വചനം, സ്നാപക യോഹന്നാൻ ഈശോയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രിയപ്പെട്ട മക്കളെ, ഈശോ വന്നത് ലോകത്തിൻ്റെ പാപം നീക്കാനാണ്. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ഈശോ ചെയ്ത പ്രവൃത്തികളാണ് കുരിശിൽ സംഭവിച്ചത്. നമുക്കറിയാം, ഈശോ വന്നത് ഒരിക്കലും നമ്മൾ ആരും ചിന്തിക്കരുത് രോഗികളെ സുഖപ്പെടുത്താൻ വേണ്ടി എന്നുള്ള ലക്ഷ്യത്തോടെയല്ല.
ഈശോ വന്നത് 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുക്കാനല്ല. ഈശോ വന്നത് മരിച്ചവരെ ഉയർപ്പിക്കാനല്ല. ഈശോ വന്നത് കാറ്റിനെ അടക്കാനല്ല. ഈശോ വന്നത് കടലിനെ ശാന്തമാക്കാനല്ല. ഈശോ വന്നത് കുരിശിൽ മരിക്കാനാണ്. ഈ ഒരു സത്യം നമ്മൾ അറിയണം. ഇന്ന് മനുഷ്യ മക്കളെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ വേണ്ടത് ഈ ലോകത്തിൻ്റെ ആദ്യം പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോഴൊക്കെ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റ് ഒന്നിനെക്കുറിച്ചും സംസാരിക്കേണ്ടതില്ലെന്ന് അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. വേറൊന്നും അറിയണ്ട. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു ക്രിസ്തുവിനെ കുറിച്ചും അതും ക്രൂശിതനായവനെ കുറിച്ച്, കാരണം കുരിശിൽ സംഭവിച്ച കാര്യങ്ങളാണ് രക്ഷാകരമായ കാര്യങ്ങൾ. കുരിശിലാണ് ദൈവത്തിൻ്റെ കരുണ നിറയപ്പെട്ടത്. എന്താ കുരിശിൽ സംഭവിച്ചത്? ഞാൻ പറഞ്ഞു, ദുഃഖ വെള്ളിയാഴ്ചയാണ് നമ്മുടെ കരുണയുടെ നൊവേന ആരംഭിച്ചത്. അതിന് ഭയങ്കര അർത്ഥമുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കുരിശിൽ സംഭവിച്ച കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കരുണ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത്. എന്താ കുരിശിൽ സംഭവിച്ചേ? 1 പത്രോസ് 2:24 അവിടെ പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനത്രേ. കുരിശിൽ അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി. എന്തിനാ? നാം പാപത്തിന് മരിക്കാൻ. നമ്മൾ കണ്ടു, പാപം ദൈവത്തെ വിട്ടു, ദൈവത്തിൻ്റെ വചനം വിട്ടു, ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുത്തി, ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തി. പാപത്തിൻ്റെ വേതനം മരണമാണ്. പാപത്തിലൂടെ സാത്താന് നിയമപരമായ അവകാശം കിട്ടി. ഈ അവകാശത്തിൽ സാത്താൻ പിടിമുറക്കി കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന പ്രവൃത്തികൾക്ക് അവൻ ലോകത്തെ മനുഷ്യവർഗത്തെ അടിമപ്പെടുത്തി. അവൻ്റെ അവകാശത്തിൽ അവൻ മനുഷ്യ മക്കളെ വരിഞ്ഞു മുറുക്കി. ഈ അവസ്ഥയിൽ നിന്ന് മനുഷ്യ മക്കളെ മോചിപ്പിക്കണം. അതിനൊറ്റ വഴിയുള്ളൂ. പാപമാണ് ഇതിനൊക്കെ കാരണമായത്. പാപമാണ് ദൈവകൃപ നഷ്ടപ്പെടുത്തിയത്. പാപമാണ് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മനുഷ്യൻ മക്കൾ ഓടിപ്പോകാനിടയായത്. അതുകൊണ്ട് ഈ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നിയമങ്ങളുണ്ട് പാപത്തിന്. റോമ 6:23 പാപത്തിൻ്റെ വേതനം മരണമാണ്. ഇനി അതിൽ നിന്ന് മോചനത്തിന് നിയമങ്ങളുണ്ട്. ഹെബ്രായർ 9:22 രക്തം ചിന്താതെ പാപപരിഹാരമില്ല. വീണ്ടും നിയമമുണ്ട്, പാപം ഇല്ലാത്തവനെ പാപം ഏറ്റെടുക്കാൻ കഴിയൂ. അതുകൊണ്ട് യേശു മനുഷ്യനായി അവതരിച്ചത് പാപം ഏറ്റെടുക്കാനാ, പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനാ, പാപത്തിൻ്റെ വേദനമായ മരണത്തിൽ നിന്ന് മനുഷ്യ മക്കളെ മോചിപ്പിക്കാനാ, എന്നിട്ട് അവനെ സമാധാനത്തിൽ പറഞ്ഞുവിടാനാ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെ തിരുവചന ഭാഗത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നുണ്ട് ഈശോയുടെ അടുത്തേക്ക്. എന്നിട്ട് നിയമം പറയാ. നിയമം എന്താ? നിയമം മോശയുടെ നിയമപ്രകാരം ഇവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം. അത് നിയമമാണ്. അപ്പോൾ ആ നിയമം അനുസരിച്ച് ഇവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം. കാരണം അവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെ പിടിക്കപ്പെട്ടവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം. ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നേക്കാണ്. ഈശോ തന്നെ വന്നേ നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാ വന്നേ. അപ്പോൾ നിയമത്തെ പൂർത്തിയാക്കാൻ വേണ്ടി വന്ന യേശുവിങ്കലേക്ക് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവളെ കൊണ്ടുവന്ന് പറയാ, നിയമപ്രകാരം ഇവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം. നീ എന്ത് പറയുന്നു? നമുക്ക് സംഭവമൊക്കെ അറിയാം. അവസാനം ഈശോ ആ സ്ത്രീയോട് പറയുന്നുണ്ട്, മകളെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. അപ്പം അതിനു മുമ്പ് കുറേ കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കി പറയാം, എങ്ങനെ ഇവളോട് യേശുവിന് പറയാൻ പറ്റും, നീ പോയിക്കൊള്ളുക, ഞാനും നിന്നെ വിധിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിയമപ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളായ ആ മകളെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ യേശു ചെയ്ത ഒരു പ്രവൃത്തിയുണ്ട്. അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, അതായത് അവൾക്ക് അർഹതപ്പെട്ട മരണത്തെ ഈശോ പറയാ, മകളെ, നിന്റെ പാപത്തിന് നിയമപരമായിട്ട് നിനക്ക് അർഹതപ്പെട്ടത് മരണമാണ്. ആ മരണത്തെ നിനക്ക് തരാതിരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി മരിച്ചോളാം. യേശു കുരിശിലേക്കുള്ള യാത്രയില്ല. പാപമേറ്റെടുത്ത് രക്തം ചിന്താതെ പാപപരിഹാരമില്ലെന്ന നിയമത്തിന് അധീനനായിട്ട്
കുരിശിൽ മരിക്കാൻ പോകുന്ന യേശു പറയാ, നിന്റെ പാപത്തെ ഞാൻ ഏറ്റെടുത്തോളാം, നിനക്ക് അവകാശപ്പെട്ട മരണത്തെ നിനക്ക് തരാതിരിക്കാൻ നിനക്ക് വേണ്ടി ഞാൻ മരിച്ചോളാം. ഇതാണ് കാരുണ്യം. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യം മക്കളെ. ഈ സ്നേഹത്തിൻ്റെ രുചി അറിയാനാ കർത്താവ് നമ്മളെ വിളിക്കുന്നത്. അതായത് ഇങ്ങനെ പറയാറുണ്ട് കാരുണ്യത്തെക്കുറിച്ച്, അർഹതപ്പെട്ടത് തരാത്തതാണ് കാരുണ്യം. അർഹതപ്പെട്ടത് തരൂല. എന്താണ് മക്കളെ നമുക്ക് അർഹതപ്പെട്ടത്? പാപത്തിൻ്റെ വേദനമായ മരണത്തിന് അർഹതപ്പെട്ടവരാ ഞാനും നീയും. എന്നാൽ ആ മരണത്തെ എനിക്കും നിനക്കും തരാതിരിക്കാൻ വേണ്ടി ഞാൻ മരിക്കേണ്ടിടത്ത് എനിക്ക് വേണ്ടി മരിച്ച ദൈവകാരുണ്യം. അങ്ങനെ മരിക്കുന്ന സമയത്ത് ഈശോ പറഞ്ഞ, മക്കളെ എനിക്ക് ദാഹിക്കുന്നു. എന്തിനോട് ദാഹം എന്നറിയോ? ഈശോയുടെ ദാഹം കർത്താവിൻ്റെ കരുണയുടെ ചങ്കുപൊട്ടിയുള്ള നിലവിളി ഈ പ്രപഞ്ചത്തിൽ ഈ ദിഗന്ധങ്ങളിൽ മുഴങ്ങുന്നുണ്ട്. എന്തിനാണെന്നറിയോ പ്രിയപ്പെട്ട മക്കളെ? ഈ ദാഹം അത് മറ്റൊന്നിനുമല്ല, നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ. കാരണം നമ്മൾ പാപികളാണ്, ജന്മപാപത്തോടെ ജനിച്ചവർ, പാപത്തിൻ്റെ വേദനമായ മരണം പേറുന്നവർ, പാപത്തിൻ്റെ വേദനത്തിൽ നിന്ന് ശാപം പേറുന്നവർ, പാപത്തിലൂടെ സാത്താന് നിയമപരമായ അവകാശം കിട്ടിയവർ. ഇതാണ് നമ്മൾ, മനുഷ്യവർഗം മുഴുവനും. ഈ അവസ്ഥയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈശോ നിലവിളിക്കുക, മക്കളെ എനിക്ക് ദാഹിക്കുന്നു. പാപമേറ്റെടുത്ത് രക്തം ചിന്തി മരിക്കുന്ന കർത്താവിൻ്റെ ആ കുരിശു മരണത്തിൽ കുരിശിൽ കിടന്ന് യേശു വിളിക്കുക, എനിക്ക് ദാഹിക്കുന്നു മക്കളെ. അതാണ് കരുണയുടെ കടൽ കുത്തി തുറന്നുകൊണ്ട് ആ കരുണ കടലിലേക്ക് വിളിച്ചിട്ട് യേശു പറയാ, എൻ്റെ മോളെ ഫൗസ്തീനെ നീ പറ, ഈ കരുണയിലേക്ക് മനുഷ്യമാർഗം തിരിയണം, ഇല്ലാതെ രക്ഷപ്പെടില്ല. ഈ കരുണയിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കണം മക്കളെ. ഇത് നമുക്ക് ദൈവം നിറച്ചു തരുമ്പോൾ ആ കർത്താവിങ്കിലേക്ക് നമ്മൾ കടന്നു വരണം. എങ്ങനെ? പാപത്തെ വിട്ടുപേക്ഷിച്ചുകൊണ്ട്. ഈശോ വിശുദ്ധ ഫൗസ്തീനായോട് പറയുന്നുണ്ട്, ഒരുവൻ്റെ പാപം ഈ ലോകത്തിലെ എല്ലാ മണൽത്തരികളെക്കാളും അധികമായി കൊള്ളട്ടെ, അവനും അവളും ആ പാപത്തെ വിട്ടുപേക്ഷിച്ച് എൻ്റെ ഈ കരുണയിലേക്ക് തിരിഞ്ഞാൽ ഞാൻ അവരോട് കരുണ കാണിക്കും. ഈ കരുണ, കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ട കരുണ, കുരിശിൽ പാപമേറ്റെടുത്ത് പാപപരിഹാരത്തിനു വേണ്ടി രക്തം ചിന്തി മരിച്ച കരുണ, ആ കുരിശിൽ കിടന്നുകൊണ്ട് എനിക്കും നിനക്കും വേണ്ടി ജീവന്റെ സമൃദ്ധി നൽകാൻ വേണ്ടി തൻ്റെ തിരുശരീരവും തിരുരക്തവും ദിവ്യകാരുണ്യമായിട്ട് നൽകിയ കരുണ. ഈ കരുണയ്ക്ക് വേണ്ടി, ഈ കരുണ സ്വന്തമാക്കാൻ വേണ്ടി പ്രിയപ്പെട്ട എൻ്റെ ദൈവമക്കളെ കർത്താവ് നിലവിളിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത് സ്വന്തമാക്കണമെങ്കിൽ നാം ചെയ്യേണ്ട പ്രവൃത്തിയാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രവൃത്തി. എന്താണ്? അനുതാപം, പശ്ചാത്താപം. അനുതാപത്തിൻ്റെ കണ്ണുനീരോടെ, പശ്ചാത്താപത്തിൻ്റെ നിലവിളിയോടെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ കർത്താവിങ്കിലേക്ക് കടന്നു വരണം. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകം മുഴുവന് പോയി അനുതാപത്തിൻ്റെ ഈ സദ്വാർത്ത പറ, അറിയിക്കി. കാരുണ്യത്തിൻ്റെ വിളിയാണ് മക്കളെ അനുതാപത്തിലേക്കുള്ള വിളി. അല്ലാതെ ഒരു രോഗശാന്തിക്ക് വേണ്ടിയുള്ള നിലവിളിയൊന്നുമല്ല, ഒരു ജോലിക്ക് വേണ്ടിയുള്ള കാരുണ്യത്തിന് നിലവിളിയല്ല. ദൈവം തരാൻ ആഗ്രഹിക്കുന്നത് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന, കേട്ടെ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ദൈവകരുണയുടെ സമൃദ്ധിയിലേക്കാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവം നമ്മളെ വിളിക്കുന്നത്. അതുകൊണ്ട് ഈ കാരുണ്യം നമ്മൾ അറിയണം. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാചകത്തിൽ ഈശോയുടെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തൻ്റെ മരണത്താൽ മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ എന്നേക്കുമായി നശിപ്പിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ മരണഭയത്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നവരെ അവൻ രക്ഷിച്ചു. മരണഭയത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവരെ അവൻ രക്ഷിച്ചു. എൻ്റെ യേശു തൻ്റെ മരണത്താൽ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. അവൻ്റെ മരണം, ഈ ഗുഡ് ഫ്രൈഡേയെ കുറിച്ച്, ദുഃഖവെള്ളിയെ കുറിച്ച് പറയുന്നുണ്ട്. ദ ഡെത്ത് ഡൈഡ്. മരണം മരിച്ച ദിവസമാണ് ദുഃഖവെള്ളി. പാപത്തിൻ്റെ വേദനമാണ് മരണമെങ്കിൽ പാപമില്ലാത്തവൻ്റെ മരണം പാപത്തിൻ്റെ വേദനമായ മരണത്തെ പരാജയപ്പെടുത്തി. പാപം കൊല്ലപ്പെട്ട സ്ഥലം കുരിശ്, മരണം പരാജയപ്പെട്ട സ്ഥലം കുരിശ്. ആ കുരിശിൽ കിടന്നുകൊണ്ട് യേശു വിളിക്കുന്ന മക്കളെ ദാഹിക്കുന്നു. ആ വിളി ഈ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മുഴങ്ങണം. കരുണയുടെ തിരുനാളിൽ ദൈവമായ കർത്താവ് നമുക്ക് തരുന്നത് പൂർണ്ണദണ്ഡ വിമോചനമാണ്. ഒരുങ്ങണം മക്കളെ, പൂർണ്ണദണ്ഡ വിമോചനം. കുമ്പസാരിച്ച്
പാപങ്ങളെ വിട്ടുപേക്ഷിച്ച് കർത്താവിൻ്റെ കരുണയിലേക്ക് തിരിഞ്ഞ്, കർത്താവെ ഞാൻ നിന്റെ സ്വന്തമാണ്, ഞാൻ നിന്റെ അവകാശമാണ്, ഞാൻ നിന്റെ മാത്രമാണ്, നിന്നെ കൂടാതെ ജീവിക്കാൻ നീ കഴിയത്തില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ കരുണയിലേക്ക് തിരിഞ്ഞാൽ, പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ കരുണ നിരയില്ലാത്ത കടൽ പോലെ നമ്മിലേക്ക് ഒഴുകും. ഈ കരുണ കടൽ നമ്മെ മൂടും, ഈ അഭിഷേകം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 51-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നുണ്ട്, 6:51 അവിടെ പറയാണ്. ഈശോ പറഞ്ഞ കേട്ടോട്ടോ, സത്യം സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു. ആ പറയണ കേട്ടോ മക്കളെ, ഈശോ പറയണേ, 2 സത്യം ചെയ്ത്, സത്യം സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കത്തില്ല. ജീവൻ നമുക്കറിയാം, എന്തും ഏതും ജീവിക്കണമെങ്കിൽ, വളരണമെങ്കിൽ ജീവൻ വേണം. ഇന്ന് അച്ഛൻ ജീവനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ജീവനിൽ പേടിച്ച് വിറച്ച് കഴിയുന്ന കാലഘട്ടമാണ്. അനേകം പേര് മരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഈ സമയത്ത് ജീവൻ ഉണ്ടാകണമെങ്കിൽ ഈശോ പറയാ, എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം. സത്യം സത്യമായിട്ടും ഞാൻ പറയാം. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കൾ, ഇന്ന് മനുഷ്യ മക്കൾക്ക് സംഭവിച്ചൊരു ദുരന്തം വീണ്ടും അച്ഛൻ പറയാം. ആ മേഖലയ്ക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ. ഇന്ന് യേശുവിനെ വേണ്ട, ദിവ്യകാരുണ്യം വേണ്ട, വിശുദ്ധ കുർബാന വേണ്ട, കുംഭസാരം വേണ്ട. ഈ വേണ്ടാത്ത ഒരവസ്ഥയിൽ കർത്താവിനെ നമ്മൾ തിരസ്കരിച്ചത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് ലോകത്തിൽ നേരിടുന്ന ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഈ കരുണയുടെ തിരുനാളിനും നമുക്കറിയാം, ഇങ്ങനൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടാകും, നമ്മൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. ലോകം മുഴുവൻ എല്ലായിടത്തും പള്ളികൾ അടയ്ക്കപ്പെട്ടൊരു കാലഘട്ടം, ലോകം മുഴുവനും കൂദാശകൾ നിഷേധിക്കപ്പെട്ട ഒരവസ്ഥ, ലോകം മുഴുവനും ഷട്ട് ഡൗൺ പല കാലഘട്ടങ്ങളിലും പല സ്ഥലങ്ങളിലും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ പൊതുവായ ഒരവസ്ഥ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ടോ ചരിത്രത്തിൽ? ഓർമ്മയിലില്ല, എനിക്കറിയത്തില്ല. ഓർക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓർമ്മയിലോ നമ്മുടെ കാർന്നോമാരുടെ ഓർമ്മയിലോ ഇങ്ങനെ കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അനുതാപത്തോടെ, പശ്ചാത്താപത്തോടെ തിരിച്ചു വരാനുള്ള വലിയ ഒരു ആവശ്യകതയും അതിൻ്റെ കാരണങ്ങളും നമുക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ദൈവത്തിൻ്റെ കരുണ നമുക്ക് വേണ്ടി നിലവിളിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒറ്റ കാര്യമുള്ളൂ, ദൈവമേ, ഞാൻ അങ്ങയുടെ അവകാശമാണ്. വീണ്ടും അച്ഛൻ പറയാ, അങ്ങയുടെ അവകാശമാണ്, അങ്ങയുടെ സ്വന്തമാണ്, അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ളതാ, അങ്ങയുടെ ഇഷ്ടം നിറവേറാനുള്ളതാ. അതുകൊണ്ട് എൻ്റെ കർത്താവെ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണം, അങ്ങ് എന്നെ സ്വന്തമാക്കണം, എനിക്ക് അങ്ങയുടെ സ്വന്തമാകണം. വിശുദ്ധ ഫൗസ്തീന ഈ ഒരു ബന്ധം അതിയായ ആഴത്തിൽ അനുഭവിച്ച മകളാണ്. ആ മകളുടെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകാരുണ്യത്തിൻ്റെ ആഴത്തിൽ നിന്നാണ് ദൈവമായിട്ടുള്ള സമ്പർക്കം, ആ ഒരു ബന്ധം കർത്താവ് അവർക്ക് നിറച്ചു കൊടുത്തു. ഈ ഡയറിയിലൂടെ മുഴുവൻ കടന്നു പോകുമ്പോൾ ആ ബന്ധത്തിൽ നിന്ന് ഈശോ അവളോട് സംസാരിക്കുന്നു, അവളും ഈശോയ്ക്ക് അതുപോലെ സമർപ്പിക്കുന്നു. അവിടെ നിന്നാണ് ഈശോ പറയുന്ന, മകളെ, ഈശോയുടെ വേദന പറയാ, ഈശോയുടെ വേദന പറയാ. ഒരു അക്ഷരാഭ്യാസമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത അടുക്കളക്കാരിയായ, തോട്ടക്കാരിയായ, വാതിൽ കാവൽക്കാരിയായ, ഒരു ഡിഗ്രികളില്ലാത്ത ഒരു പാവപ്പെട്ട ഒരു മകളെ കർത്താവിൻ്റെ കരുണ കൊണ്ട് പൊതിഞ്ഞു കർത്താവ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു കരുണ നമുക്കും നിറച്ചു തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അവളോട് ഈശോ പറഞ്ഞ കാര്യമാണ്, ഈ കരുണയിലേക്ക് എൻ്റെ മക്കളെ നീ വിളിക്കണം, ഈ കരുണയുടെ പ്രവാചികയായിട്ട് നീ എല്ലായിടത്തും പറയണം, ഈ ഒരു സന്ദേശം നീ പ്രചരിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും ഈ കേട്ട കാര്യങ്ങൾക്കനുസരിച്ച് കർത്താവിൻ്റെ ഹിതം അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ ഫൗസ്തീന ആരാധനയ്ക്ക് പോകുമ്പോഴൊക്കെ ദിവ്യഗാന സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ, സംരക്ഷണത്തിന് വേണ്ടി. എന്നീ കാലഘട്ടത്തിൽ വലിയ ദാഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ കരുണയുടെ സംരക്ഷണത്തിന് വേണ്ടി. നമ്മൾ അല്പസമയം കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. കേട്ട വചനങ്ങളെ ഓർക്കുക. നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാണ്, നമ്മൾ ദൈവത്തിൻ്റെ അവകാശമാണ്. കൂടെ ദൈവം വസിക്കണം. ദൈവമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത
അവസ്ഥയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മളൊക്കെ. ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയാത്തവരാണ് നമ്മളൊക്കെ. അതിനാൽ തന്നെ കർത്താവിൻ്റെ കരുണ നമുക്ക് വേണം. നമുക്കൊരു നിമിഷം കണ്ണടയ്ക്കാം. കർത്താവിൻ്റെ ആ സ്നേഹവും കർത്താവ് നൽകിയ വലിയ സന്ദേശവും നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കാം. തൻ്റെ ജനത്തെ അതുപോലെ സ്നേഹിക്കുന്ന കർത്താവ്, അവിടുത്തെ കൂടാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ട് എപ്പോഴും നമ്മുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ്. എന്നാൽ മനുഷ്യൻ ദൈവത്തെ വിട്ട്, ദൈവത്തിൻ്റെ കൽപ്പനകൾ വിട്ട്, ദൈവത്തിൻ്റെ പ്രമാണം വിട്ട് അകന്നു പോകുന്ന അവസ്ഥ. അവിടെയൊക്കെ വേദനയോടെ ചങ്ക് പൊട്ടിക്കൊണ്ട് എൻ്റെ മോനെ, എൻ്റെ മോളെ എന്ന് വിളിച്ച് പിന്നാലെ വരുന്ന ഒരു പിതാവിൻ്റെ സ്നേഹം. ചിലപ്പോഴെങ്കിലും കൊച്ചു കൊച്ചു ശിക്ഷണങ്ങളും, ചിലപ്പോൾ കൊച്ചു അല്ലെങ്കിൽ ചെറിയ വലിയ ശിക്ഷകളും ദൈവം തന്നത് തൻ്റെ മക്കളെ തന്നിലേക്ക് അടുക്കാനും തന്നെ വിളിച്ചപേക്ഷിക്കാനും വേണ്ടിയാണ്. ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആരും തകർന്നു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആരും ഇല്ലാതാകുവാനും ദൈവം ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കൾ രക്ഷ പ്രാപിക്കണമെന്നാണ്. കർത്താവേ, അങ്ങയുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ ഞങ്ങൾ അറിയുന്നു. അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങയുടെ രക്ഷാകരമായ പ്രവൃത്തികൾ ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയുടെ വിളിയും അങ്ങയുടെ പ്രവൃത്തിയും അങ്ങയുടെ വചനവും അതിൻ്റെ ആവശ്യകതയും അതിൻ്റെ അർത്ഥവും ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, പലപ്പോഴും അങ്ങയെ വിട്ടുപോയ അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഈ സമയം അങ്ങയുടെ അവകാശമായ, അങ്ങയുടെ കരവേലയായ, അങ്ങയുടെ സ്വന്തമായ ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങേക്ക് വേണ്ടി ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഈ സമയം നമുക്ക് കർത്താവിൻ്റെ സംരക്ഷണത്തിലേക്ക് നമുക്ക് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ ഫൗസ്തീന ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആ മകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: ഒരു കോട്ടയുടെ ഉള്ളിലെന്ന പോലെ അങ്ങയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് സംരക്ഷണം നൽകണമേ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് വേദനിക്കുന്ന ലോകത്തെ, മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന മക്കളെ, ഒത്തിരി ആകുലപ്പെട്ടും നിരാശപ്പെട്ട് സങ്കടപ്പെട്ടും ഇരിക്കുന്ന മക്കളെ, ലോകം മുഴുവനെയും നമുക്ക് ഏറ്റവും സുരക്ഷിതമായ സംരക്ഷണത്തിനിടമാണ് ഈശോയുടെ തിരുഹൃദയം. നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിനാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ പ്രതിഷ്ഠിക്കേണ്ടതും ഈശോയുടെ തിരുഹൃദയത്തിലാണ്. ലോകം മുഴുവനെയും നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കാം. കർത്താവ് തൻ്റെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നത് കോട്ടയ്ക്കുള്ളിലാണ്. 147 സങ്കീർത്തനത്തിൽ ദൈവമായ കർത്താവ് പറയുക, തൻ്റെ കോട്ടയ്ക്കുള്ളിലെ മക്കളെ കർത്താവ് സംരക്ഷിക്കുന്നു. ജോബിൻ്റെ മക്കൾക്ക് ചുറ്റും വേലി കെട്ടി കർത്താവ് സംരക്ഷണം നൽകി. തൻ്റെ മുന്തിരിത്തോട്ടത്തിന് ചുറ്റും വേലി കെട്ടി കർത്താവ് സംരക്ഷണം നൽകി. അതേ മക്കളെ, ആ വേലി, ആ കോട്ട കർത്താവിൻ്റെ തിരുഹൃദയമാണ്. ആ തിരുഹൃദയത്തിലേക്ക് കരുണ നിറഞ്ഞൊടുക്കുന്ന, കരുണയുടെ കടലായ, നിലയില്ലാത്ത കടൽ പോലെയുള്ള ആ കരുണാർദ്രമായ ഹൃദയത്തിലേക്ക് ലോകം മുഴുവനെയും നമ്മെ ഓരോരുത്തരെ സമർപ്പിച്ചുകൊണ്ട് ആ ഫൗസ്തീന പ്രാർത്ഥിച്ച പ്രാർത്ഥന, വിശുദ്ധ ഫൗസ്തീന പ്രാർത്ഥിച്ച പ്രാർത്ഥന ചേർന്ന് പാടി നമുക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാം. ഒരു കോട്ടയ്ക്കുള്ളിലെന്ന പോലെ എൻ്റെ ഈശോയെ, നിൻ തിരുഹൃദയത്തിനുള്ളിൽ ഈശോയെ, സ്വർഗീയമാ സംരക്ഷണം യേശുവേ എനിക്കേകണമേ. ഒരു കോട്ടയ്ക്കുള്ളിലെന്ന പോലെ നിൻ തിരുഹൃദയത്തിനുള്ളിൽ സ്വർഗീയമായ സംരക്ഷണം സ്വർഗീയമാ അങ്ങയുടെ മക്കൾക്ക് നൽകണമേ. ലോകം മുഴുവനും നൽകണമേ. യേശുവേ എനിക്കേകണമേ. ഒരു കോട്ടയ്ക്കുള്ളിലെന്ന പോലെ നല്ല ഈശോയെ, നിൻ
തിരുഹൃദയത്തിനുള്ളിൽ സ്വർഗീയമാ സംരക്ഷണം യേശുവേ എനിക്കേകണമേ. ഈശോയെ 121 സങ്കീർത്തനത്തിൽ അങ്ങ് പറഞ്ഞില്ലേ, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കൊളിവും നിഷ്ഫലം തന്നെ. അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അങ്ങ് പണിയുന്നില്ലെങ്കിൽ ഞങ്ങളുടെ പണികളൊക്കെ വ്യർത്ഥമാണ്. കർത്താവെ, ഈ സമയം ഞങ്ങളുടെ ലോകത്തിൻ്റെ മുഴുവൻ്റെയും പാപങ്ങളും, ഞങ്ങളുടെ പാപങ്ങളും അകൃത്യങ്ങളും, ഞങ്ങളുടെ അഹങ്കാരവും എല്ലാം സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം, വിദേശത്തായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കാം, ലോകരാജ്യങ്ങൾ മുഴുവൻ സമർപ്പിക്കാം. വേദനിക്കുന്ന മക്കള്, ജോലി നഷ്ടപ്പെട്ടു പോയ മക്കള്, സാമ്പത്തികമായി ക്ലേശിക്കുന്ന മക്കള്, അകപ്പാടെ തകർന്നടിഞ്ഞു പോയിരിക്കുന്ന അവസ്ഥകൾ, എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ച് എല്ലാവരും ചേർന്ന് ആ കോട്ടയ്ക്കുള്ളിലെ സംരക്ഷണം ഈശോയുടെ ഹൃദയത്തിനുള്ളിലേക്ക് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഒരു കോട്ടയ്ക്കുള്ളിലെന്ന പോലെ യേശുവേ, നിൻ തിരുഹൃദയത്തിനുള്ളിൽ സ്വർഗീയമാ സംരക്ഷണം യേശുവേ എനിക്കേകണമേ. ഒരു നിമിഷം ഒരു കോട്ടയ്ക്കുള്ളിലെന്ന പോലെ നിൻ തിരുഹൃദയത്തിനുള്ളിൽ സ്വർഗീയമാ സംരക്ഷണം നൽകണമേ കർത്താവേ. ഇടമക്കളെ ഏറ്റെടുക്കണമേ കർത്താവേ. കൃപ ചൊരിയണമേ കർത്താവേ. പ്രിയപ്പെട്ട മക്കളെ, എല്ലാ പാപത്തിൻ്റെ മേഖലകളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മാനസാന്തരപ്പെടാൻ പറ്റാത്ത വിധം പാപത്തിൽ പെട്ടുപോയ മക്കളുണ്ട്. ഈശോയുടെ വലിയൊരു ആഗ്രഹമാണ് മക്കളെ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. വിശുദ്ധ ഫൗസ്റ്റീനാട് ഈശോ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന മോളെ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോഴാണ്. ആരും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു പാപിയുടെ നാശത്തിൽ കർത്താവ് മരണകരമായ വേദന അനുഭവിക്കുന്നു. കുരിശിൽ ഈശോ മരിച്ചത് പാപികളെ രക്ഷിക്കാനാണ്. കർത്താവിൻ്റെ കുരിശിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി അവിടെ നിന്ന് ഒഴുക്കി. ഈ സമയം നമുക്ക് എല്ലാ പാപത്തിൻ്റെ മേഖലകളെ സമർപ്പിക്കാം. മാനസാന്തരപ്പെടാൻ പറ്റാതെ വേദനിക്കുന്ന മക്കളെ സമർപ്പിക്കാം. പാപബോധമില്ലാതെ, പശ്ചാത്താപമില്ലാതെ പാപത്തിൽ അടിമപ്പെട്ട് കിടക്കുന്ന എല്ലാ മക്കളെയും, നിരീശ്വരവാദികളെയും യുക്തിവാദികളെയും, ലജ്ജതയിലും തിന്മയിലും കിടക്കുന്ന മക്കളെ സമർപ്പിക്കാം. കർത്താവിൻ്റെ തിരുരക്തം നമ്മുടെ മേൽ ഒഴുകട്ടെ. വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. തിരുരക്തത്തിൻ്റെ വലിയ സംരക്ഷണം, തിരുജലത്തിൻ്റെ വലിയ സംരക്ഷണം. ഈശോ ഇതാ കരുണയുടെ ഈശോ തൻ്റെ ചങ്ക് കുത്തി തുറന്ന് ഇതാ തൻ്റെ തിരുരക്തവും തിരുജലവും ലോകത്തിൻ്റെ മേൽ ഒഴുക്കുന്ന സമയമാണ് ഈ സമയം. ആ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ അങ്ങേ തിരുരക്തത്താലും തിരുജലത്താലും അങ്ങയുടെ മക്കളിലേക്ക്, ലോകം മുഴുവനിലേക്കും അങ്ങയുടെ കരുണക്കടൽ അങ്ങൊഴുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ വലിയ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കും. വലിയ ശരണത്തോടെ എല്ലാവരും ചേർന്ന് പാടാം നമുക്ക്. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കും. ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. ഈശോയുടെ
തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സാൽ ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ കർത്താവേ. കരുണയുണ്ടാകേണമേ. ഒരു ദാഹത്തോടെ ചേർന്ന് പാടാം മക്കളെ. ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. കരുണയുണ്ടാകേണമേ. കർത്താവേ, അങ്ങയുടെ കരുണ നിലയില്ലാത്ത കടല് പോലെയാണല്ലോ. ആ കരുണക്കടലിലേക്ക് കർത്താവേ അങ്ങയുടെ മക്കളെ ലോകം മുഴുവനെയും സമർപ്പിക്കുന്നു. മരണത്തിൻ്റെ ആധിപത്യം, മരണത്തിൻ്റെ ശക്തി ആധിപത്യം പുലർത്തിരിക്കുന്ന ഈ സമയം കർത്താവേ അങ്ങയുടെ വലിയ കരുണ അങ്ങയുടെ മേൽ ചൊരിയണമേ. കർത്താവേ, അങ്ങ് പറഞ്ഞില്ലേ യോഹന്നാൻ 10:10, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടിയാണെന്ന്. ആ ജീവന്റെ സമൃദ്ധിയിലേക്ക് അങ്ങയുടെ മക്കളെ അനയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണയുടെ ആ വലിയ കടലിലേക്ക് ലോകം മുഴുവനെയും ആഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.